Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിങ്. മറ്റൊരു മോൺസൺ മാവുങ്കലാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് ഉയരുന്ന ചോദ്യം. ശബരിമല ദ്വാരപാലക പാളിയിൽ മാത്രമല്ല, ശ്രീകോവിൽ കട്ടളപ്പാളിയും വാതിലും പീഠവുമൊക്കെ കച്ചവടം ചെയ്യുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. ശബരിമലയിലെ ദ്വാരപാലക പാളികൾ ചെന്നൈയിലെത്തിച്ച് പ്രമുഖർക്കു വേണ്ടി പൂജ ചെയ്തത് ദേവസ്വം ബോർഡ് അറിയാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നിട്ടും അതിലൊരു ശരികേടും ദേവസ്വം ബോർഡിന് തോന്നാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? റിപ്പോർട്ടർ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ഒട്ടേറെ ചോദ്യങ്ങളുണ്ട്. വിജയമല്യ സ്വർണം പാകിയ പാളികൾ 2019 ഇളക്കി മാറ്റി പുതിയത് സ്ഥാപിക്കുകയായിരുന്നു. അന്ന് ചെന്നൈയിലെത്തിച്ച ചെമ്പ് പാളികൾ സ്വർണം പൂശിയതല്ലെന്ന കമ്പനിയുടെ മറുപടിയിൽ ബോർഡിന് ഉത്തരമുണ്ടോ? യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ ഒളിപ്പിച്ച് പുതിയ പാളികൾ എത്തിക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നുവെങ്കിൽ 1999 വിജയമല്യ സ്വർണം പാകിയ യഥാർത്ഥ പാളി ഇപ്പോൾ എവിടെയാണ്? ശബരിമലയിൽ നടന്നത് സ്വർണ്ണക്കടത്തോ അതോ വിശ്വാസക്കടത്തോ? അതിഥികളായ നമുക്കൊപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജി ബൈജു, മഹേഷ് പണിക്കർ ഈ ശില്പി, ഡോക്ടർ പി കെ ഗോപൻ CPM പ്രതിനിധി, KVS ഹരിദാസ് BJP പ്രതിനിധി, N ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ എന്നിവരാണ്. ഞാൻ ആദ്യം ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ അന്ന് രൂപം നൽകിയ ശില്പി മഹേഷ് പണിക്കറിലേക്ക് പോകുന്നു. മഹേഷ് പണിക്കർ, നമസ്കാരം. മഹേഷ് പണിക്കർ ഓർമ്മിക്കുന്നുണ്ടോ 1999 വിജയമല്യ സ്വർണം പാകിയ ആ ദാരുശില്പങ്ങളെ ഇപ്പോഴും ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? ശബരിമലയിൽ ശ്രീകോവിലിൽ ഇപ്പോൾ പോകുമ്പോൾ കാണുന്നത്, അഥവാ ഈ ദൃശ്യങ്ങളിൽ കണ്ടത്, അന്ന് താങ്കൾ പാകിയ സ്വർണം പാകിയ അതേ ശില്പങ്ങളാണോ? ഇതിന് ഒരു ചെറിയ തെറ്റുണ്ട്. ഞാൻ പാകിയതല്ലത്. ഞാൻ തട്ടാള കുടുംബാംഗമാണ്. ശബരിമല വിഗ്രഹം നിർമ്മിച്ച തട്ടാള പണിക്കർ സഹോദരന്മാരുടെ പിന്തലമുറയിൽപ്പെട്ട ആളാണ്. ഇപ്പോഴത്തെ നവഗ്രഹ ക്ഷേത്രം ചെയ്ത ഞാനാണ്. അവിടുത്തെ 18-ാം പടിയുടെ ഇത് ചെയ്ത ഞാനാണ്. പക്ഷേ ഈ ദ്വാരപാല വിഗ്രഹത്തിന്റെ ശിലാരൂപം അവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അയ്യപ്പ ക്ഷേത്രം നിർമ്മിച്ച സമയത്ത് തന്നെ അവിടെ ഉള്ളതാണ്. 98 വിജയമല്യ അദ്ദേഹം ഇത് സ്വർണം പൂശുന്നത്. അത് നടന്നിരിക്കുന്നത് മദ്രാസിൽ നിന്നുള്ള കുറച്ച് അദ്ദേഹത്തിന്റെ നാഗരാജ് എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ കുറച്ച് ഒരു വർഷത്തോളം എടുത്തിട്ടാണ് അവരെ നിർമ്മാണ പ്രവർത്തികൾ ചെയ്തിട്ട്. അതെ 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 അവരാണ് ചെയ്തിട്ടുള്ളത്. ആ ശിലയിലുള്ള രൂപം ചെയ്തിരിക്കുന്നത് ഞാനല്ല, പക്ഷെ എന്റെ പൂർവികരാണ്. എനിക്ക് കറക്റ്റായിട്ട് അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. അത് അപ്പം അതിന്റെ യഥാർത്ഥ ഇത് എനിക്കറിയാവുന്നതല്ല. പക്ഷെ അത് പൂശിയിരിക്കുന്നത് 98 അത് സ്വർണം ഗോൾഡ് ഫോയിലിംഗ് എന്ന് പറഞ്ഞ മെത്തേഡിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതറിയാവുന്നതാണ്. മഹേഷ് പണിക്കരൊക്കെ ഓർമ്മയുണ്ടല്ലോ, ആ 98 അതിനുശേഷം ഈ ഗോൾഡ് ഫോയിലിംഗ് നടത്തിയതിനു ശേഷമുള്ള ശബരിമലയിലെ ശ്രീകോവിലിലെ ഈ 2 സ്വാമിമാരുടെയും ദ്വാരപാലക പാളികൾ അങ്ങേയുടെ മനസ്സിലുണ്ടല്ലോ. അതും ഇപ്പോൾ കാണുന്ന ഈ ദ്വാരപാലക പാളികളും തമ്മിൽ വ്യത്യാസമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതിനകത്ത് ആ ഫിറ്റിങ്ങിനകത്ത് ഏകദേശം ഒരു 20 mm ഡിഫറൻസ് ഉണ്ട്. അത് ഒരു കോപ്പി ചെയ്ത് രണ്ടാമതൊന്ന് മാറ്റപ്പെട്ടുകൊണ്ടാണ്. കാര്യം ഈ ചെമ്പുപാളി യഥാർത്ഥത്തിൽ ഇതിന്റെ നമ്മൾ ശിലയിൽ ഒരു ചെമ്പുപാളി ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതിനോട് ചേർത്ത് വെച്ച് വേണം പണിതെടുക്കാനേ. പല പ്രാവശ്യം ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ കൂടെ അതിനോട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ചന്ദനത്തിലൊക്കെ അതിന്റെ അച്ചൊക്കെ എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഈ പാളികൾ, ഇവിടുത്തെ സ്വർണ്ണപ്പാളികൾ മാറ്റി ആ പാളികളിൽ നിന്ന് രണ്ടാമത് കോപ്പി എടുക്കുമ്പോഴത്തേക്ക് അത്ര പെർഫെക്റ്റിൽ അത് ഉണ്ടാക്കാൻ പറ്റില്ല. അതിന്റെ ആ ഡിസൈനിലൊക്കെ വ്യത്യാസമുണ്ട്. ഡിസൈനിന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസിലൊക്കെ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം അവിടെ പ്രകടമാണ്. അതൊരു ഈ സാങ്കേതികത്വം അറിയാവുന്ന എന്നെ പോലെയുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ എഞ്ചിനീയർ സൈഡിലുള്ള ആൾക്കാർക്കോ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് ഈ 98 ദ്വാരപാലക പാളിയല്ല ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് എന്ന് താങ്കൾ വിശ്വസിക്കുന്നു? തീർച്ചയായിട്ടും അതിനകത്ത് വെയിറ്റ് കുറഞ്ഞത് ഞാനത് ചുമ്മാ പറയുകയല്ല. അത് പറയുന്നതിന്റെ കാരണം 2 കാരണങ്ങളാണ്. ഒന്ന്, ആ വെയിറ്റ് കുറഞ്ഞത്. രണ്ടാമത്, ഇതിന്റെ ഫിറ്റിംഗ് സൂട്ടാകാതെ വരുന്നത്. ഈ 2 കാരണങ്ങൾ കൊണ്ടും, അതായത് 98 ദ്വാരപാളികൾ 2019 ഇത് പണിയാനായിട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അതിന്റെ തൂക്കം 42.8 അവിടെ അസന്നിഗ്ധമായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം പക്ഷെ തിരിച്ചു വന്ന പാളികൾ 38 കിലോയേ ഉള്ളൂ. അപ്പം അത് ഈ 42.8 നിന്ന് കൂടാനേ സാധ്യതയുള്ളൂ. സ്വർണത്തിന്റെ എത്രയാണോ വെയിറ്റ് ആഡ് ചെയ്യുന്നത് അത്രയും കൂടാനേ സാധ്യതയുള്ളൂ.
അപ്പം അതല്ലാണ്ട് വന്നതുകൊണ്ട് അത് ഉറപ്പായിട്ടും അത് മറ്റൊരു ഇതാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വർണം പൂശേന്റെ പുറത്തോട്ട് പ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് പൂർണ്ണമായിട്ടും ചെമ്പിൽ മാത്രമേ ഇത് പ്ലേറ്റ് ചെയ്യാൻ പറ്റൂ. പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കാര്യം ഇതിനകത്ത് മെർക്കുറി കണ്ടന്റ് ഉണ്ട്. നമ്മൾ പൂശുന്ന മെത്തേഡിൽ മെർക്കുറി വെച്ചിട്ടാണ് ഈ ഫസ്റ്റ് പ്ലേറ്റ് ആഡ് ചെയ്യുന്നത്. രണ്ടാമത്തേതൊക്കെ അതിനകത്ത് ഇങ്ങനെ മേലോട്ട് ആഡ് ചെയ്യുന്നത് മെർക്കുറി എല്ലാം ഇങ്ങനെ ഉരച്ചുരച്ച് ചേർത്തിട്ടാണ്. പക്ഷെ ആ ഫസ്റ്റ് പ്ലേറ്റിന്റെ മെർക്കുറിനെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കും. ചൂടാക്കി കളയുമെങ്കിൽ അത് പൂർണ്ണമായിട്ടും പോകത്തില്ല, അതവിടെ ഉണ്ട്. അപ്പം അതിന്റെ ട്രേസസ് റെസിഡ്യൂസ് ഉള്ളത് കൊണ്ട് രണ്ടാമത് നമ്മൾ അത് മറ്റേന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോലൈറ്റ് ഒരു ലൈനിലോട്ട് മുക്കുവാണ്. പക്ഷെ അതിനകത്ത് അതൊരു സയനൈഡ് ബേസ്ഡ് ലൈനിയാണ്. അപ്പം അതിനകത്തോട്ട് മുക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ മെർക്കുറി അതിനകത്തുണ്ടെങ്കിൽ ഇത് മൊത്തം കൊളാപ്സ് ആകും. അപ്പം അങ്ങനെ ചെയ്യില്ല, അവരാരും ചെയ്യില്ല. ഈ പറഞ്ഞ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ആൾക്കാർ അത് ചെയ്തിട്ടുമില്ല. അവരെ പൂർണ്ണമായിട്ടും ചെമ്പിലേ ചെയ്യാൻ പറ്റും. സത്യമാണത്, വളരെ കൃത്യമാണ്. മഹേഷ് പണിക്കർ, ഒരു കാര്യം കൂടി, ഈ ചെമ്പുപാളിയിൽ സ്വർണം അന്ന് ഈ ഒട്ടകത്തിൻ്റെയൊക്കെ തോല് വെച്ച് അതിൻ്റെ പുറത്ത് സ്വർണം പാകി പലതവണ ചുറ്റിക കൊണ്ട് അടിച്ചു പരത്തി ഒരു കടലാസിൻ്റെ രൂപത്തിലൊക്കെ ആക്കിയാണ് ഈ ഗോൾഡ് ഫോയിലിംഗ് ചെയ്തെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മേൽക്കുരിയുടെ കാര്യത്തിലും അങ്ങനെയാണ്. ഈ ദ്വാരപാലക ശില്പവും അങ്ങനെ തന്നെയാണോ ഗോൾഡ് ഫോയിലിംഗ് ചെയ്തിട്ടുണ്ടാവുക? അതെ, ഉറപ്പായിട്ടും ആ ചെയ്തിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ പറഞ്ഞ പോലെ 20 മൈക്രോൺ കനത്തിലേക്ക് ഈ സ്വർണം 300 മില്ലിഗ്രാം തങ്കമാണ് ഒരു പ്ലേറ്റിന് എടുക്കുക. ഒരു പ്ലേറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ്, 4 ഇഞ്ച് സ്ക്വയർ. അങ്ങനത്തെ പ്ലേറ്റുകളാണ് ആഡ് ചെയ്യുന്നത്. ഒരു സ്ക്വയർ ഫീറ്റ് ചെയ്യാനായിട്ട് 9 ഷീറ്റ് വേണം. അതായത് 30 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഒരു സ്ക്വയർ ഫീറ്റ്. അപ്പം അങ്ങനെ വരുമ്പോൾ 9 ഷീറ്റ് വെച്ചിട്ടാണ് ഒരു സ്ക്വയർ ഫീറ്റ് കറക്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ മേളി ആഡ് ചെയ്ത് ഒരു 5 ലെയർ വരെ ആഡ് ചെയ്തിരിക്കാം. 5 ലെയർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു 15 ഗ്രാമാണ് വരുന്നത്. ആ മെത്തേഡിൽ തന്നെയാണ് ആ പറയുന്ന 3000 കിലോ 3 ടൺ കോപ്പറും ആ രീതിയിലാണ് ക്ലാഡ് ചെയ്തിരിക്കുന്നത്, ഈ ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെ. മനസ്സിലായി. അപ്പൊ ഈ ചെമ്പുപാളിയിൽ നിന്ന് അന്ന് പാകിയ സ്വർണം ആ ചെമ്പുപാളിയിൽ നിന്ന് അടർത്തിയെടുക്കുക സാധ്യമാണോ? പൂർണ്ണമായിട്ട് സാധ്യമല്ല. അത് മൊത്തത്തിൽ മെൽറ്റ് ചെയ്താലേ അത് സാധ്യമാകത്തുള്ളൂ. അതായത് ഈ ചെമ്പുപാളി ഈ 42 കിലോയും ഉരുക്കിയിട്ട് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് മൂസ് ഇടുക എന്നൊക്കെ പറയും. സാധാരണ ഈ നമ്മുടെ സാധാരണ ആഭരണങ്ങളൊക്കെ തങ്കമാക്കാനായിട്ട് മൂസ് ഇടുക എന്ന് പറഞ്ഞിട്ട് ഇതിലിട്ടിട്ട് ചൂടാക്കുന്ന ഒരു മെത്തേഡുണ്ട്. അപ്പം അത് ഈ പറഞ്ഞ 42 കിലോ മൂസ് ഇടുക എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള വളരെ പണിപ്പാടുള്ള ഒരു പണിയാണ്. അപ്പൊ അങ്ങനെ വേർതിരിച്ചെടുക്കുന്നത് കാര്യം ഇത്രയും ചെമ്പിനെ ഫ്യൂസ് ചെയ്ത് കളയണം. കൈകൊണ്ടോ മെഷീൻ കൊണ്ടോ ഈ ചെമ്പിന് പുറത്ത് ഗോൾഡ് ഫോയിലിംഗ് ചെയ്തിരിക്കുന്ന ഗോൾഡ് പ്ലേറ്റുകൾ നീക്കം ചെയ്യാൻ കഴിയില്ല അല്ലേ? ഇല്ല, അങ്ങനെ അത് സാധിക്കില്ല. സാധിക്കില്ല മീൻസ് അതൊരു പോസിബിലിറ്റിയാണ്, പക്ഷെ അങ്ങനെ ചെയ്യാനായിട്ടുള്ള സാധ്യതയില്ല. എന്ന് പറഞ്ഞാൽ താങ്കൾ വിശ്വസിക്കുന്നത് അവിടെ ചെന്നൈയിലെ കമ്പനിയിൽ എത്തിയത് ചെമ്പുപാളികൾ മാത്രമാണെന്ന് ചെന്നൈയിലെ കമ്പനി പ്രതിനിധികൾ ഇന്ന് നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടുത്തെ അഡ്വക്കേറ്റ് അടക്കം അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രഷായിട്ട് ഇത് ചെമ്പുപാളിയായി ചെന്നൈയിൽ എത്തിക്കുക സാധ്യമല്ല. ഈ ഉള്ള സ്വർണം ഇനി കാലപ്പഴക്കം കൊണ്ട് തേഞ്ഞ് ചെമ്പുപാളിയായി മാറിയിട്ടുണ്ടാവുമോ? ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം തേയേണ്ടത് അതിന്റെ മുകളിലുള്ള നമ്മൾ മഴയും വെയിലും ഒക്കെ കൊള്ളുന്ന അതിന്റെ മേൽക്കൂരയാണ് ആദ്യം തേയേണ്ടത്. കാര്യം ഇത് ഇച്ചിരി അകത്താണ്. ഇത് നമ്മൾ ശ്രീകോവിലിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഇതിനകത്ത് മഴ കൊള്ളുന്നില്ല, വെയിൽ കൊള്ളുന്നില്ല, മറ്റ് യാതൊരുവിധ ഇതും വരുന്നില്ല. മറ്റേത് മഴ, വെയിൽ, അവിടുത്തെ കാട്ടുമരങ്ങളുടെയൊക്കെ ഫംഗസുകൾ ഇതെല്ലാം പെടുന്നതാണ് അതിനകത്തെ. അപ്പോൾ ഒരുപാട് റിയാക്ഷൻസ് ഉണ്ടാകുന്ന ആ ഭാഗത്തോ അതിന്റെ ഭിത്തിയുടെ ഭാഗത്തോ ഒന്നും ഒരു കേടും ഉണ്ടായിട്ടില്ല. കേടുണ്ടാകുവാണെങ്കിൽ മൊത്തത്തിൽ ഉണ്ടാകണം, നമ്മളത് വിശ്വസിക്കാൻ പറ്റും. പക്ഷെ മറ്റു ഭാഗത്ത് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് 7 കൊല്ലം കൂടെ കഴിഞ്ഞു, 6 കൊല്ലം കൂടെ കഴിഞ്ഞു. 27-28 കൊല്ലമായിട്ട് വിജയമല്യ ചെയ്ത 98 ചെയ്ത സംഭവങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട് പലയിടത്തും. അവിടെ ഒരു പോറൽ പോലും ഇല്ല, ചെറിയൊരു ട്രേസസ് പോലും അങ്ങനെ ഒരു ഡാമേജ് ആയതിന്റെ അവിടെ ഇവിടെയോ കാണുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. പക്ഷെ അങ്ങനെ ഒരു ഇത് വരാത്ത, ഇത് മാത്രമായിട്ട് ഡാമേജ് ആയതുകൊണ്ട് ഇത് ഒരു എന്താ പറയുക പ്രത്യേക ഒരു ഇത് തട്ടിയെടുക്കാൻ വേണ്ടി ഒരു പ്രവർത്തനത്തിന് വേണ്ടി മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതിനെ ഡാമേജ് ആക്കിയതായിരിക്കാമെന്നാണ് എൻ്റെ അനുമാനം. അങ്ങനെയാണെങ്കിൽ മഹേഷ് പണിക്കർ, ഈ ദ്വാരപാലക ശില്പപാളി അവിടെ നിന്ന് ഇളക്കി മാറ്റി അത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കുകയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അതല്ലാതെ ഉരുക്കി അതിൽ നിന്ന് സ്വർണം എടുത്താൽ തന്നെ ആകെ കിട്ടുന്നത് 49 പവനോ മറ്റോ ആണ്. അതിനുവേണ്ടി ഇത്ര വലിയ ശ്രമകരമായ ഒരു ഉരുക്കലൊന്നും നടത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ സ്വർണമായിരുന്നില്ല ലക്ഷ്യം. പകരം ഈ യഥാർത്ഥത്തിലുള്ള പാളി ഒരുപക്ഷെ എവിടേക്കെങ്കിലും കടത്തിയത് സംശയിക്കേണ്ടി വരും അല്ലേ? അതെ, ഇത് മുൻകൂട്ടി എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ശാസ്താവിന് പുലിപ്പാല് ഒരു മാറാ വ്യാധിക്ക് അല്ലെ വയറുവേദനയ്ക്ക് മാറ്റാനായിട്ട് പുലിപ്പാലിനായിട്ട് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചതുപോലെ ഏതോ എവിടെയോ കിടക്കുന്ന ആരുടെയോ പുലിപ്പാലായിട്ട് ഈ ഒരു സംഭവത്തെ സങ്കല്പിച്ച് അവർ സ്വപ്ന ദർശനത്തിലോ വല്ലതും കണ്ടു കാണാം. ഏതെങ്കിലും യുവതികൾക്കോ മറ്റസുഖത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതിനോ.
അപ്പോൾ അതിനുവേണ്ടി ഇതിനെ കടത്താനായിട്ട് തീരുമാനിച്ചിട്ട് ഈ സംഭവം മൊത്തത്തിൽ അങ്ങനെ കളർ മാറ്റുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അതിന്റെ ഭംഗി കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വല്ല ആസിഡോ വല്ല ഒഴിച്ചായിരത്തെ സ്വർണം മാനുവലി ഇത് ചെയ്യുകയോ ചെയ്തതിന് ശേഷം അതൊന്ന് റിപ്പയർ ചെയ്യണമെന്നുള്ള അനുമാനത്തിൽ അങ്ങനെ ഒരു സംഭവം വന്നിട്ട് ഈ ദേവസ്വം ബോർഡ് അധികൃതരെയും തന്ത്രി അദ്ദേഹത്തെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവർ ഇപ്പം ന്യായമായിട്ട് അതൊരു കേടായി കഴിഞ്ഞു, ഇത് മാറ്റണം. അപ്പോൾ പണിയുടെ സംഭവം വന്നു. പിന്നെ അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ അദ്ദേഹം ഈ പറഞ്ഞ തിരുവാഭരണ കമ്മീഷണർ ഈ ചെമ്പുപാളി മദ്രാസിൽ ചെന്ന് കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹം പൂർണ്ണമായിട്ടും പറയുന്നുണ്ട് ഈ സാധനം അദ്ദേഹം കണ്ടത് ചെമ്പ് തന്നെയാണ്. അപ്പം അത് നമുക്ക് സാധൂകരിക്കാവുന്ന കാര്യമാണ്. അദ്ദേഹം അവിടെ ചെമ്പ് 14 പീസ് അവിടെ ചെമ്പ് മാത്രമാണ് കണ്ടതെന്നാണ് പറയുന്നത്. അപ്പം ഇവരെ എല്ലാം അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇത് കറുപ്പിക്കുകയോ വല്ലതും ചെയ്തിട്ട് ഈ യഥാർത്ഥ കള്ളൻ അങ്ങനെ തന്നെ അത് പ്ലാൻ ചെയ്തതായിരിക്കാനാണ് സാധ്യത. കാര്യം ഇവരെല്ലാവരും അതിനകത്ത് അറിയണമെന്നില്ല. ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ അത് കറുത്തിരിക്കുന്നു, ആ ഒരു ഇതിൽ അവര് തീരുമാനമെടുത്ത് കാണും. അങ്ങനെയാവാൻ സംഭവിച്ചിരിക്കുക. എന്തായാലും ഇത് ആരുടെയോ മുൻകൂട്ടിയുള്ള ആസൂത്രിതമായ നീക്കത്തിന്റെ പ്രകാരമാണ് ഇത് കേടായിട്ടുള്ളത്. കാര്യം അതിന് വേറൊരു സാധൂകരണമുണ്ട്. ഇവർ 2019 ഉണ്ടാക്കിക്കൊണ്ട് വെച്ചത് 2020 22 ഒക്കെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെയും ഇത് മാറ്റണമെന്ന്. അപ്പം പിന്നെയും വയറുവേദനക്കാർ കൂടിയിട്ടുണ്ടാവാം. അവർക്കൊക്കെ പുലിപ്പാലായിട്ടുള്ള ഈ സാധനം വേണ്ടി വന്നിരിക്കും. അത് രസകരമായ ഒരു സാമ്യമാണ്. ആ സാധ്യതയാണ് ഇപ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്നതും. ആർക്കോ വേണ്ടിയുള്ള ഒരു പുലപ്പാൽ, ഏതോ ധനികന് വേണ്ടിയുള്ള ഒരു പുലിപ്പാലായിട്ട് മാറുകയായിരുന്നു ശബരിമലയിലെ. അതെ, ശ്രീകോവിൽ കവാടത്തിലെ ദ്വാരപാളി എന്നുള്ളതാണ്. അങ്ങ് തുടരണം. ഞാൻ ഒന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയിലേക്ക് ഒന്ന് പോയി വരട്ടെ. ജി ബൈജു, ഇത് ഏതോ ഒരു ധനികനായ വ്യവസായിയുടെ അല്ലെങ്കിൽ സിനിമാ താരത്തിന്റെ ഒരു പ്രശസ്തരായ വ്യക്തിയുടെ അയാളുടെ ഭാര്യയുടെയോ അയാളുടെയൊക്കെ സ്വർണ്ണപ്പാലായിട്ട് മാറുകയായിരുന്നോ ഈ ശബരിമലയിലെ ദ്വാരപാലക പാളി? അങ്ങനെ സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയുമോ ജി ബൈജു? മഹേഷ് പണിക്കർ തന്നെ ഉറപ്പിച്ചു പറയുന്നു അവിടെ ഇരിക്കുന്നത് ഈ വിജയമല്യ പാകിയ സ്വർണ്ണപ്പാളിയോ അതിൻ്റെ ചെമ്പുതകിടോ അല്ല, ആ അതേ അല്ല എന്ന് തന്നെ പറയുമ്പോൾ, അത് തന്നെ കമ്പനി സാക്ഷ്യപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ വിജയമല്യ പാകിയ ഏകദേശം 2 പതിറ്റാണ്ടിലേറെക്കാലം ശബരിമലയിലെ ശ്രീകോവിലിനെ കാത്തുസൂക്ഷിച്ച ആ സ്വർണ്ണപ്പാളികൾ മറ്റെവിടേക്കെങ്കിലും കടത്തി എന്നത് ന്യായമായ സംശയമല്ലേ ജി ബൈജു? ഡോക്ടർ അരുൺ, നമ്മുടെ ശില്പിയുടെ കുടുംബാംഗം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയ ശ്രീ മഹേഷ് ഉൾപ്പെടെ, അതിലുപരി നമ്മുടെ ഈ കമ്പനിയുടെ, അതായത് വിജയമല്യ അവിടെ പൂശിയ, അദ്ദേഹം അവിടെ പതിച്ച പഴയ പരമ്പരാഗത രീതിയിലാണ് അവിടെ സ്വർണ്ണം പൂശി നടത്തിയത്. ഒരിക്കലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ജോലികൾ, അതായത് പുതിയ ജോലി ചെയ്ത, അതായത് നമ്മുടെ നമ്മുടെ സംവിധാനത്തിൽ ഇലക്ട്രോലൈസേഷൻ സംവിധാനത്തിൽ നമ്മളിത് ചെയ്യുമ്പോൾ ഈ പരമ്പരാഗത രീതിയിൽ ചെയ്തിരിക്കുന്ന തകിട് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് സ്മാർട്ട് ക്രിയേഷന്റെ ഉദ്യോഗസ്ഥന്മാർ, അതിന്റെ വിദഗ്ധർ വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇത് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലും വിശ്വസിച്ചുള്ള തന്ത്രിയുടെ വെളിപ്പെടുത്തലും ഈ പറയപ്പെടുന്ന ഈ 1998 മല്ലയ്യ ശ്രീ വിജയമല്യ സ്ഥാപിച്ച അവിടെ പതിച്ച ആ തകിട് ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻ കമ്പനിയിൽ വെച്ച് അതിന്റെ അറ്റകുറ്റപ്പണികൾ പരിഹരിക്കുവാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം നിലവിൽ സ്വർണം പതിച്ചിരിക്കുന്ന, പരമ്പരാഗത രീതിയിൽ സ്വർണം പതിച്ചിരിക്കുന്ന ദാരുശില്പം അവിടെ മാറ്റിപ്പണിയുവാൻ പറ്റില്ല എന്ന് ഇത് സംബന്ധിച്ചുള്ള വിദഗ്ധന്മാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിന് സ്വാഭാവികമായും ഇതിനകത്തു നിന്നും മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ അന്വേഷണം ആരംഭിച്ച സ്ഥിതിക്ക് അതിന്റെ അന്തിമ നിഗമനത്തിലേക്ക് കടക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും എന്തൊക്കെയോ എവിടെയൊക്കെയോ സംശയത്തിന്റെ കരകൾ വിതറുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ മുന്നോട്ടുള്ള. ഞാൻ അതിനകത്തൊന്ന് വ്യക്തത വരുത്താൻ ശ്രമിക്കാം. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ആയിരുന്നു, കമ്മീഷണർ ആയിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ ഈ ശബരിമലയിൽ വിജയമല്യ പാകിയ ചെമ്പ് പാളികൾ, ആ ചെമ്പ് പാളികൾ പ്രത്യേകമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇത് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഇനി അത് പുതുതായിട്ട് ചെമ്പുപാളിയാണ് വരുന്നതെങ്കിൽ അത് രജിസ്റ്ററിൽ കാണണമല്ലോ. അങ്ങനെയാണെങ്കിൽ പഴയത് സ്ട്രോങ് റൂമിൽ ഡെപ്പോസിറ്റ് ചെയ്യണമല്ലോ. ഈ ചെമ്പുപാളികൾ ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ ഇല്ല എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയുമോ ജി ബൈജു? അത് സംബന്ധിച്ച 2018 ബോർഡ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്
അങ്ങനെ അവിടെ കേടുപാട് വന്ന കഥ പിന്നെ ദ്വാരപാലകന്മാരുടെ പ്രതിഭയും മറ്റ് സംഭവങ്ങളും സ്ട്രോങ് റൂമിൽ ഏൽപ്പിക്കണമെന്ന് അന്നത്തെ ബോർഡ് ഉത്തരവിൽ പറഞ്ഞിട്ടില്ല. അന്ന് നിങ്ങൾ ചാനൽ കാണിച്ച ബോർഡ് ഉത്തരവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഇതിന്റെ കേടുപാടുകൾ ചെന്നൈയിൽ കൊണ്ടുപോയി കേടുപാടുകൾ പരിഹരിക്കുവാൻ ഉണ്ണികൃഷ്ണൻ അത് നമ്പൂതിരിയെ ഏൽപ്പിക്കണമെന്നാണ് ആ ഉത്തരവ് പറഞ്ഞിരിക്കുന്നത്. അത് സ്വാഭാവികമായും അത് സ്ട്രോങ് റൂമിൽ ഏൽപ്പിക്കേണ്ട ഒരു വിഷയമല്ല. ചെന്നൈയിലേക്ക് കൊണ്ടുപോയ ഈ പാളികളല്ല ഇപ്പോൾ തിരിച്ചെത്തിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ സംശയമാണ്, ഇതുരുക്കി ഇതിന്റെ തുക കൂടി എടുത്ത് പുതിയ പാളികൾ നിർമ്മിക്കാൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിയുമോ? നിലവിൽ അത് മാനുവൽ അനുവദിക്കുന്നില്ലല്ലോ. നിലവിലെ ഉത്തരവിൽ അങ്ങനെ ദുരുക്കണമെന്നൊന്നും പറഞ്ഞതായി കാണുന്നില്ല. പക്ഷേ തിരുവാഭരണം കമ്മീഷണർ, അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ സ്മാർട്ട് ക്രിയേഷനിൽ പോയി ആ നിലവിലുള്ള ദ്വാരപാലകന്മാരുടെ അവിടെ സ്വർണം പൂശാൻ എത്തിച്ചത് ചെമ്പാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണുന്നു. അപ്പോൾ ആ സ്വർണ്ണപ്പാളി ഇതിൽ നിന്ന് ഇത് സ്വർണ്ണപ്പാളി എന്ന് പറയുമ്പം ഇതിനകത്ത് ഇപ്പം തന്നെ മഹേഷ് പറഞ്ഞതുപോലെ 48 പവനാണ് ഈ രണ്ട് ദ്വാരപാലകന്മാരിലും ഉണ്ടായിരുന്ന സ്വർണം. അതും കൂടി അവിടെ മൊത്തം ഉണ്ടായിരുന്ന ഈ രണ്ട് ദ്വാരപാലകരും ചെമ്പ് കൂടി ചേരുമ്പോഴാണ് ഇത് 4.5 കിലോ ആവുന്നത്. പക്ഷേ ഈ പറയപ്പെടുന്ന ഈ മഹേഷ് പ്രകടിപ്പിച്ച ചില സംശയങ്ങൾ കൂടി അത് അന്വേഷണത്തിനകത്തുകൂടി മാത്രം പുറത്തു വന്നാലേ അതിന്റെ ക്ലാരിറ്റി അത് പൂർണ്ണമായി സ്പെസിഫിക് ആയ ചോദ്യമാണ്. ശബരിമലയിൽ നിന്ന് വിജയമല്യ പാകിയ 1999 പാകിയ ദാരുശില്പങ്ങളുടെ പാളി എടുത്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലേക്ക് പോകുന്നു. ആ വിവരം പിന്നീട് മഹസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ വെച്ചല്ല, ചെന്നൈയിൽ വെച്ച് രേഖപ്പെടുത്തിയെന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം. അതെന്തും ആവട്ടെ. അപ്പോൾ അവിടെ നിന്ന് ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയ ആ പാളികൾക്ക് എന്ത് സംഭവിച്ചു എന്നതാണ് ചോദ്യം. പുതിയ ചെമ്പ് തകിടാണ് കണ്ടതെങ്കിൽ, പുതിയ ചെമ്പുപാളികളാണ് കണ്ടതെങ്കിൽ, ഈ പോകുന്ന യാത്രയിൽ എവിടെയോ വെച്ച് പഴയ പാളികൾ മാറുകയും പുതിയ ചെമ്പുപാളിയായിട്ടത് മാറുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പഴയ ചെമ്പുപാളികൾ സ്ട്രോങ് റൂമിൽ കാണേണ്ടതല്ലേ? അതല്ലെങ്കിൽ തിരിച്ച് സന്നിധാനത്ത് ദേവസ്വം ബോർഡിനെ അറിയിക്കേണ്ടതല്ലേ? ഇതിവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് പുതിയ ചെമ്പുപാളികളിൽ വേണം അത് നിർമ്മിക്കാൻ എന്നൊരു തീരുമാനം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമായിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ അവിടുത്തെ ദ്വാരപാലകന്മാരുടെ ഈ പ്രതിമ അവിടെ പണിയാനായി അതിന്റെ അറ്റകുറ്റം പരിഹരിക്കാനായി ചെന്നൈയിൽ ആമ്പത്തൂരിലെ ഈ പറയപ്പെടുന്ന സ്ഥാപനത്തിൽ കൊണ്ടുപോകുമ്പോൾ ഈ പറയപ്പെടുന്ന പഴയ തരത്തിൽ നിർമ്മിച്ചതായതുകൊണ്ട് ആ സാങ്കേതികത്വത്തിൽ അത് ചെയ്യുവാൻ പറ്റത്തില്ലെങ്കിൽ ന്യായമായി മര്യാദയുള്ള ഒരു സംവിധാനമാണെങ്കിൽ, മറ്റ് ദുരുദ്ദേശമില്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ ആ സാങ്കേതികത്വം വിവരമറിയിച്ച് അന്നത്തെ തിരുവാഭരണം കമ്മീഷൻ കൂടി വിളിച്ച് ബോധ്യപ്പെടുത്തി അത് തിരികെ എത്തിച്ചിട്ട് ഞങ്ങൾ പുതിയത് ചെയ്തു നൽകാം എന്ന് പറയുന്നതായിരുന്നുവെങ്കിൽ ഇന്ന് ഇത്തരത്തിലുള്ള ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം. ഞാൻ മറ്റ് അതിഥികളിലേക്ക് വരാം. ഒരു നിമിഷം ജി ബൈജു, എനിക്ക് മഹേഷ് പണിക്കറിലേക്ക് ഒരിക്കൽ കൂടി ഇത് പോകണം. മഹേഷ് പണിക്കറിന്റെ ചോദ്യം ഇതാണ്. ഇനി ഒരു ഹൈപ്പോത്തറ്റിക്കലായ ഒരു സിറ്റുവേഷനാണ്. ഇവിടുന്ന് ഈ ചെമ്പുപാളികൾ സ്വർണ്ണപ്പാളികൾ ഇളക്കുന്നു. മങ്ങിയ സ്വർണ്ണപ്പാളികൾ ഇളക്കിയതിന് ശേഷം അത് ചെന്നൈയിൽ കൊണ്ടുപോകുമ്പോൾ കമ്പനി പറയുന്നു, ഇത് സ്വർണ്ണപ്പാളികളിൽ ഞങ്ങൾക്ക് ഗോൾഡ് പ്ലേറ്റിംഗ് ചെയ്യാൻ കഴിയില്ല, ശുദ്ധമായ ചെമ്പ് തകിടിൽ മാത്രമേ പറ്റൂ എന്ന് പറയുന്നു. മാത്രമല്ല ഇതിൻ്റെ അളവിലും ഒക്കെ വലിയ പ്രശ്നമുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഇത് മനസ്സിലാക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റാരുടെയും അനുവാദമില്ലാതെ അത് ഉരുക്കി അതിനു വേണ്ടുന്ന ചെമ്പാക്കി അത് മാറ്റി ആ ചെമ്പ് തകിട് കമ്പനിയിൽ കൊണ്ട് ഏൽപ്പിക്കുന്നു. അങ്ങനൊരു സാധ്യത ഉണ്ടോ മഹേഷ് പണിക്കർ? തീർച്ചയായിട്ടും ഇല്ല. അതിന് ഞാൻ കാരണമായിട്ട് പറയുന്നത്, ഇദ്ദേഹവും ഈ സ്മാർട്ട് ക്രിയേഷനുമായിട്ടുള്ള ബന്ധങ്ങൾ ഇതിനു മുമ്പേ ഉണ്ട്. ഇതിനു മുമ്പ് ഒരു വാതിൽ കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട്. ഈ 2019 മുമ്പ് 2016 മറ്റോ കുറേ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം സ്മാർട്ട് ക്രിയേഷൻസ് ഇങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ രീതികളൊക്കെ അറിയാം. അപ്പൊ അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് എടുത്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. കാര്യം മുൻപൊരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും അതിന്റെ നോളജ് ഉള്ളതാണല്ലോ. പിന്നെ എടുത്തു കഴിഞ്ഞിട്ട് അറിയാത്ത എന്ന് പറയുന്നതിനകത്ത് സാധ്യതയില്ല. ഇത് ഉറപ്പായിട്ടും ഇതേതോ പോറ്റിയുടെ സ്വപ്ന ദർശനത്തിലോ
അല്ലെ മറ്റാരുടെയും അസുഖം മാറ്റാനോ അല്ലെ മറ്റെന്തിനോ പ്ലാൻ ചെയ്ത് അത് പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം ഇവർക്ക് മറ്റൊന്നും വേണ്ടായല്ലോ. ഈ ശ്രീകോലിന്റെ ബാക്കി ഭാഗത്തൊക്കെ ചെമ്പുപാളി ഉണ്ടല്ലോ, അതൊന്നും കേടായിട്ടില്ലല്ലോ, അതൊന്നും വേണ്ടായല്ലോ. അവർക്ക് ഈ ദ്വാരപാലകരെ മതി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദ്വാരപാലക ശില്പം എന്ന് പറയുന്നത് സാധാരണ ഒരു ഭിത്തിയുടെ ഭാഗമോ അമ്പലത്തിന്റെ ഭാഗമോ അല്ല. അതൊരു ദേവത തന്നെയാണ്. അതൊരു പരിവാര ദേവത. ഒരു ക്ഷേത്രത്തിന്റെ സങ്കല്പത്തിനെ സംബന്ധിച്ച് അതിന്റെ പരിവാര ദേവതകളിൽ ഒന്നാണ് ദ്വാരപാലകര്. വിഘ്നഹന്ത്രി, ശത്രുഹന്ത്രി എന്ന് പറയുന്ന പുരാണങ്ങളിൽ പറയുന്ന കടുത്ത കറുപ്പ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു സ്വാമിമാരാണ് അവര്. സാധാരണ ക്ഷേത്രത്തിന് നിർമാല്യധാരി, ക്ഷേത്രപാലകൻ, ചുറ്റുമുള്ള ഇന്ദ്രാദി പരിവാരങ്ങള്, സപ്തമാതൃക്കള്, വല്യബലിക്കല്ല് തുടങ്ങിയ കുറെ സംഭവങ്ങളുണ്ട്. ഈ സംഭവങ്ങൾ ഇതെല്ലാം പൂജയും താന്ത്രികവും മറ്റ് ഹൈന്ദവ വിഗ്രഹാരാധന, ക്ഷേത്രാരാധന എന്ന് പറയുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അതിഗൗരവമേറിയ കാര്യങ്ങളാണ്. ഈ സംഭവത്തിന് ഒരുപാട് എനിക്ക് ബ്ലാക്ക് മാജിക് വരെ സംശയമുണ്ട്. ഈ സംഭവങ്ങൾ അടിച്ചുകൊണ്ട് പോയി ഈ ദ്വാരപാലകർ സത്യം പറഞ്ഞാൽ ദേവൻ നമ്മൾ മാല ഇടുമ്പോൾ മുദ്ര ഇടുമ്പോൾ മുതൽ ഒരു അയ്യപ്പനെ അയ്യപ്പനെ സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലെയും ദ്വാരപാലകര് അതിനകത്തെ ഡയറ്റിയാണ് കാക്കുന്നത്. പക്ഷേ ശബരിമലയിലെ ദ്വാരപാലകരെ സംബന്ധിച്ച് എല്ലാവരും അയ്യപ്പനാണ്. മാല ഇടുന്ന ദിവസം മുതൽ അവർ അയ്യപ്പനാണ്. അപ്പം ആ അയ്യപ്പന്മാരെ എല്ലാം കാക്കുന്നത് ഇവരാണ്. ശബരിമല ശാസ്താവിന്റെ മാത്രം കാവൽക്കാർ അല്ല അവര്. ആ വരുന്ന കോടാനുകോടി ഭക്തജനങ്ങളുടെയും കാവൽക്കാരാണ്. നമ്മുടെ DGPയെ പോലെ അവരുടെ ചീഫ് പ്രൊട്ടക്ടേഴ്സ് ആണ്. അപ്പൊ അവരുടെ ശക്തി ക്ഷയിപ്പിക്കാനും അവരുടെ ഇത് ചെയ്യിക്കാനും ഒക്കെയുള്ള വളരെ നിഗൂഢമായ രീതിയിലുള്ള ചതിയൊക്കെ തന്നെ പറയാൻ പറ്റും. അതിനൊക്കെയാണ് ഈ കൂട്ട് നിൽക്കുന്നത്. അല്ലാണ്ട് ഇതിനകത്തെ സ്വർണം ഇദ്ദേഹത്തിനൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 50 ഗ്രാമോ 100 ഗ്രാമോ അല്ലെ 1/2 കിലോയോ 1 കിലോയോ സ്വർണ്ണമൊന്നും അല്ല ഇവരുടെ വിഷയം. ഇവരുടെ വിഷയം വളരെ വലുതാണ്. അത് ഈ വിഗ്രഹാരാധന എന്ന് പറഞ്ഞ ഹൈന്ദവ ഈ നൂറ്റാണ്ടുകളായിട്ട് ഈ സനാതന ധർമ്മത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ പോലുള്ള വിശ്വകർമ്മരായ ശില്പികളും ഈ പ്രഗത്ഭരായ തന്ത്രിയും സമിതിമാരും ഒക്കെ പിറകിൽ നിന്നുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിനെ തകർക്കാനായിട്ടുള്ള നിഗൂഢമായ തന്ത്രമാണ് ഇത്. ശരിക്കും അപലപിക്കേണ്ടതാണ്. ഈ സാധനം തിരിച്ചെടുക്കേണ്ടതാണ്. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാ അയ്യപ്പ ഭക്തരുടെയും ഒരു ന്യായമായ ആവശ്യമാണ്. ഇങ്ങനത്തെ ഇതിന് കൂട്ടുനിൽക്കാൻ പാടില്ലാത്തതാണ്. മാത്രമല്ല മഹേഷ് പണിക്കർ, ഈ സ്വർണം 40 പവന്റെ സ്വർണം പോയിരുന്നെങ്കിൽ അതിനേക്കാൾ വലിയ ഗുരുതരമായ പ്രശ്നമായിട്ട് ഇത് മാറുകയാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രമല്ല, ഇതിപ്പോ നമ്മൾ ഒരു സിനിമാ നടൻ അദ്ദേഹം ഇന്ന് പറയുന്നത് കേട്ടു, ജയറാമാണ് അദ്ദേഹം, ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഇന്ന് പറയുന്നത് കേട്ടു വളരെ ലാഘവത്തോടെ. ഞാൻ അവിടെ ഈ പൂജയ്ക്ക് പോയപ്പോഴത്തേക്ക് എന്നാ ഉണ്ണികൃഷ്ണൻ പോറ്റി വീട്ടിൽ പോകുന്ന വഴിക്ക് അങ്ങോട്ട് കയറി ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പോകുന്ന പോലെ ഇതെല്ലാം കൂടെ അങ്ങോട്ട് എന്റെ പൂജാമുറിലോട്ട് വെച്ചിട്ട് നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പോകുന്ന പോലെ അത്ര ലാഘവത്തോടാണ് അത് പറഞ്ഞത്. എന്തുമാത്രം അദ്ദേഹം ഇത്രയും ഇതിനെക്കുറിച്ച് അറിയാവുന്ന വ്യക്തിയാണ്. 19 വർഷം ശബരിമല വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. ശബരിമല എന്ന് പറഞ്ഞാൽ മറ്റ് ക്ഷേത്രങ്ങൾ പോലല്ല, ഒരുപാട് നിഗൂഢമായ ഒരുപാട് ആചാരപരമായ കാര്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണ്. അവിടെയാണ് മകരവിളക്ക് നടക്കുന്നത്, അവിടെയാണ് മറ്റേ മണിമണ്ഡപം എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവങ്ങളുള്ളത്. ഒരുപാട് ആചാരപരമായ മറ്റ് ക്ഷേത്രങ്ങൾ ഇല്ലാത്ത വിശ്വാസങ്ങൾ ഉള്ളതും ആചാരപരമായിട്ട് അതിന് പ്രധാന ഇതുള്ളതാണ് ഈ ആചാര സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ വർഷങ്ങൾ കുറെ വഴക്കും തല്ലും ഒക്കെ കണ്ടതാണ്. അതിനേക്കാൾ പ്രാധാന്യമാണ് അയ്യപ്പനെ കാണാൻ സ്ത്രീകൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലെങ്കിൽ അയ്യപ്പനെ എടുത്തോണ്ട് ഇവർ സ്ത്രീകളുടെ അടുത്തോട്ട് പോവാണ്, യുവതികളുടെ അടുത്തോട്ട് ഒരു വീട്ടിലെ പൂജാമുറിക്കകത്ത് പോവാണ്. യുവതികൾ, രജസ്വലയായ സ്ത്രീകളുള്ള യുവതികളുടെ പൂജാമുറിക്കകത്തോട്ട് പേഴ്സണലായിട്ട് അയ്യപ്പന്റെ ഗാർഡ്സിനെ കൊണ്ട് വെച്ചിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് തികഞ്ഞ അജ്ഞതയാണ് നടിക്കുന്നത്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. മഹേഷ് പണിക്കർ, ഒരർത്ഥത്തിൽ ഇവിടെ ആചാര ലംഘനം നടന്നു എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ മഹേഷ് പണിക്കർ? വിശ്വാസ ലംഘനം മാത്രമല്ല ആചാര ലംഘനം. തീർച്ചയായിട്ടും യുവതി പ്രവേശനത്തിന് എങ്ങനെയാണോ ഒരു ആചാര ലംഘനമായിട്ട് നമ്മൾ കണ്ടത്, ഇത് യുവതികളുടെ അടുത്തിട്ട് പണ്ടൊരു വൈശാലി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. സിനിമയ്ക്കകത്ത് ഋഷശൃംഖനെ ഭൂമിയിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മഴയുടെ ദാരിദ്ര്യം, മഴ പെയ്യും, ഇവിടുത്തെ ഇത് വരൾച്ച മാറുമെന്ന് പറഞ്ഞിട്ട് ഒരു കഥ തന്നെ ഉണ്ട്. അതുപോലെയാണ് ഇത്. അയ്യപ്പനെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അവിടെ തടസ്സങ്ങളുണ്ട്, നേരെ അയ്യപ്പനെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോവാണ് യുവതികളുടെ അടുത്തേക്ക്, ഓരോരുത്തരുടെ പേഴ്സണൽ പൂജാമുറിക്കകത്ത്. ഇത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ് മഹേഷ് പണിക്കർ അങ്ങ് ചോദിച്ചത്, ബൈജു താങ്കൾ ഉന്നയിച്ചത്. PK ഗോപൻ, ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് 2019 ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയുമാണ്. ശബരിമലയിൽ അയ്യപ്പനെ കാത്തുസൂക്ഷിച്ച ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളികൾ എടുത്തുകൊണ്ടുപോയി ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു ഉഡായിപ്പ് അവതാരം ചെന്നൈയിൽ കൊണ്ടുപോയി സ്വകാര്യ പൂജ നടത്തി ഒരു നടൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പൂജിച്ചത് ഒന്നും ഈ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പ് മന്ത്രിയും ഒന്നും അറിഞ്ഞില്ലേ? നമ്മുടെ അയ്യപ്പനെ സുരക്ഷിതമായിട്ടല്ലേ ശബരിമലയിൽ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പ് മന്ത്രിയും എല്ലാം സൂക്ഷിക്കുന്നത്? ആ അയ്യപ്പനെ തന്നെ അടിച്ചുകൊണ്ട് പോകുന്ന അവതാരങ്ങളെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത് എങ്ങനെയാണ് ശ്രീ ഗോപൻ? അതെ, ഇതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഭക്തി കച്ചവടക്കാരും വിശ്വാസ കച്ചവടക്കാരും നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ കൂടുതൽ വെളിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം ആളുകളെ ശ്രദ്ധിക്കുന്നതിൽ, അവരുടെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ എന്തെല്ലാം വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്.
പക്ഷേ ഇവിടെ ഒരു കാര്യമുള്ളത്, ഇത് വിവാദമാകുമ്പോൾ ഉയർന്നു വന്നൊരു പ്രശ്നം, കോടതിയുടെ നിരീക്ഷണത്തിലും പുറത്തും വന്നൊരു കാര്യം, 4 കിലോഗ്രാം സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ അത് അടിസ്ഥാനരഹിതമാണെന്ന് ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. കാരണം അവിടെ ഇത് പൂശാൻ വേണ്ടി ഉപയോഗിച്ച സ്വർണം 49 പവൻ, അതായത് 392 ഗ്രാം ആണെന്നാണ് വന്നിട്ടുള്ള വിവരം. അപ്പോൾ ഈ 4 കിലോ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയി എന്നുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ആക്ഷേപം നിലനിൽക്കുന്നതല്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരുപാട് പറഞ്ഞോളൂ, വിശ്വാസികളായ നടന്മാരുണ്ട്, മറ്റ് മുതലാളിമാരുണ്ട്, വിശ്വാസത്തിൻ്റെ പേരിൽ അവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ കച്ചവടക്കാരുണ്ട്. അവരുടെയൊക്കെ അന്ധവിശ്വാസത്തെ ഒരു പരിധി വരെ അവരൊക്കെ ഇതിനകത്ത് ശബരിമലയിൽ പോയി നേരിട്ട് അവർക്ക് കാണിക്ക കൊടുക്കാം, ശബരിമലയിൽ പോയി അവർക്ക് ഇത്തരം എന്തെങ്കിലും വഴിപാട് അവിടെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതിന് പകരം ഈ കച്ചവടക്കാരും മുതലാളിമാരും ഒക്കെ ഏജൻറ്റുമാരെ ആശ്രയിക്കുന്ന എന്തിനാണെന്നുള്ളതാണ്. അത്തരം ഏജൻറ്റുമാരെ ഏൽപ്പിച്ചുകൊണ്ട് അവരിത് മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ ഇപ്പോൾ പണിക്കര് തന്നെ പറഞ്ഞൊരു കാര്യം. ഇവർ കൊണ്ടുപോയി ഈ ദ്വാരപാലക ശില്പം എന്ന് പറഞ്ഞാൽ അതിനൊരു ഏതാണ്ട് നമുക്ക് ഒരു BC 1500 വർഷം മുമ്പ് തന്നെ ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ പ്രതിമകൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്ഷേത്രങ്ങളിലെ വാതിലുകളിൽ കാവൽക്കാരായിട്ട് നിൽക്കുന്ന, അത് പലപ്പോഴും റിയലിസ്റ്റിക് രൂപങ്ങളല്ല, അത് അത്തരം വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളാണ് കൊത്തിവെക്കുന്നത്. അപ്പോൾ അത് ക്ഷേത്രത്തിൽ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഈ ദേവസങ്കല്പത്തിൽ വളരെ പ്രധാനമായി കരുതുന്ന മറ്റു പല ക്ഷേത്രങ്ങളും അങ്ങനെയാണ്. ദ്വാരപാലക ശില്പം അങ്ങനെയാണ്. അയ്യപ്പനെ കൊണ്ടുപോകുന്നതിന് താങ്കൾ പറഞ്ഞ 2 കാര്യങ്ങളിൽ എനിക്ക് 2 ചോദ്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഈ 4.5 കിലോഗ്രാം സ്വർണം അടിച്ചുകൊണ്ട് പോയി എന്ന വാദം തെറ്റാണെന്ന് അങ്ങ് പറയുന്നു. 4.5 കിലോഗ്രാം സ്വർണം മാത്രമല്ലെന്നേ, 1999 അവിടെ വിജയമല്യ പൂശിയ ചെമ്പുപാളിയും ദ്വാരപാലക ശില്പപാളിയും മൊത്തത്തിൽ അടിച്ചുകൊണ്ടുപോയി. ഇപ്പൊ 4.5 കിലോ എന്നുള്ളത് ആരുടെ വിഷയമല്ല ശ്രീഗോപാൽ. അല്ല, അതിലെനിക്ക് അതെവിടെ പോയി, അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാം? അതെ, അതാണല്ലോ ഇവിടെ ആദ്യം ഉയർന്നു വന്ന പ്രശ്നങ്ങൾ. അതെ, അതിനകത്താണ് ഞാൻ വളരെ വ്യക്തമായി പല ദിവസങ്ങളായിട്ട് സൂചിപ്പിക്കുന്ന കാര്യമാണ്. ഈ 99 അവിടെ പൂശിയ സ്വർണം എത്ര എന്നുള്ളതിൻ്റെ രജിസ്റ്റർ അവിടെ ഉണ്ടാവും. അത് വിജയമല്യാണെന്നുള്ളത് ഇൻവെർട്ടർ കോമ ഞാൻ പറയുകയാണ്. അതിൻ്റെ രജിസ്റ്റർ, കാരണം വിജയമല്യ ഒരു കാഴ്ചക്കാരനല്ല. ഇന്ത്യയുടെ തന്നെ സമ്പത്ത് അടിച്ചുകൊണ്ടുപോയി വിദേശത്ത് പോയി താമസിക്കുന്ന ഒരാളാണ്. അയാൾക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇതിനകത്ത് ഇത്രയും സ്വർണ്ണം അവിടെ കൊടുത്തിട്ട് അത് വേറൊരു പ്രശ്നമാണ്. പക്ഷേ അതവിടെ രജിസ്റ്ററിൽ ഉണ്ടാവുമല്ലോ. അത്തരം രജിസ്റ്ററിൽ 98 മുതലുള്ള അന്വേഷണം നടക്കണ്ടേ, അല്ലെ 99 മുതലുള്ള അന്വേഷണം നടക്കണ്ടേ? 2019 അന്വേഷണം അല്ല അവിടെ വരേണ്ടത്. 2019 വരെയോ അല്ലെങ്കിൽ 2025 വരെ ആയിക്കോട്ടെ ആ അന്വേഷണം നടക്കണം. മഹേഷ് പണിക്കർ പറഞ്ഞല്ലോ, മഹേഷ് പണിക്കർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. ഈ ദ്വാരപാലക ശില്പത്തിലെ പാളികളിൽ ഗോൾഡ് ഫോയിലിംഗ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ആ ഗോൾഡ് ഫോയിലിംഗ് നടത്തിയ പാളികൾ എവിടെ? ഇനി താങ്കൾ പറയുന്നത് പോലെ ഇനി അതിനകത്ത് ഗോൾഡ് ഫോയിലിംഗ് ഇല്ലെന്ന് കരുതുക, വിജയമല്യ പറ്റിച്ചു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പോലും പുതിയ ചെമ്പുപാളികളാണ് ഗോൾഡ് പ്ലേറ്റിങ്ങിന് കിട്ടിയത്. അപ്പോൾ ഈ പഴയ ചെമ്പുപാളികൾ എവിടെ പോയി? അതാണ് ഇവിടുന്ന് കൊണ്ടുപോയതല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ഹാജരാക്കി എന്നുള്ളതാണല്ലോ വെളിവായി വരുന്നത്. യെസ്, കാരണം ക്ലീൻ പ്ലേറ്റിംഗ് മാത്രമേ ഈ സ്വർണം പൂശാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള വിശ്വാസ കച്ചവടക്കാരെ അന്വേഷിക്കുകയും കണ്ടുപിടിക്കുകയും കോടതിയുടെ നിരീക്ഷണം അതിനകത്തുണ്ട്, അതുപോലെ വിജിലൻസിന്റെ അന്വേഷണമുണ്ട്, ഈ ക്രൈംബ്രാഞ്ചിലേക്കോ മറ്റേതെങ്കിലും ഉന്നത തലങ്ങളിലേക്ക് പോകും. നമുക്ക് ഊഹങ്ങളിൽ പറയാൻ പറ്റുന്നതല്ല. ഈ തട്ടിപ്പ് പുറത്തു വരുമായിരുന്നില്ല എന്ന് വെച്ചാൽ താങ്കൾ തന്നെ സമ്മതിക്കുന്നു. ദേവസ്വം ബോർഡിലും ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നതാണ്. അതല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ആണല്ലോ അദ്ദേഹത്തിൻ്റെ പീഡങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞത്. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ ഡോക്ടർ അരുണ്, ഇത് പറഞ്ഞത് കൂടാതെ ഒരു സംശയം കൂടി എനിക്ക് ഇതിനകത്തുണ്ട്. കാരണം ഈ ശബരിമലയിലെ അയ്യപ്പ സംഗമം നടക്കാൻ പോവുകയാണ്. ആ സമയത്താണ് ഇദ്ദേഹം ഇത് ഉന്നയിക്കുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള വിശ്വാസ കച്ചവടക്കാരെ ഒഴിവാക്കുന്ന ഒരാലോചന കൂടി ഈ അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായിട്ട് വരാൻ പോകുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹത്തിന്റെ കച്ചവടത്തിന് അത് തടസ്സമാകും എന്നുള്ളത് കൊണ്ട് കൂടിയാണ്
ഉണ്ണികൃഷ്ണൻ പോറ്റി അയ്യപ്പ സംഗമത്തിന്റെ മുന്നോടിയായിട്ട് ഈ ആക്ഷേപം ഉന്നയിച്ചു. ഒന്നാമത്തെ കാര്യം അതാ. രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തെ ആരോ പൊളിറ്റിക്കലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് രണ്ടും സെക്കൻഡറി ആണ് എന്നതാണ് ഞാൻ പറയുന്നത്. കാരണം എന്ത് വെച്ച് കഴിഞ്ഞാൽ അത് വന്നതുകൊണ്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രൈമറിയിൽ നമ്മൾ പറഞ്ഞു സർ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ദേവസ്വം ബോർഡിന്റെ പ്രൈമറിയിൽ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഇത് 99 മുതൽ വാസവൻ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ കെ രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സമയത്തും പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തും PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തും ഗുരുതരമായ വീഴ്ച എവിടെ സംഭവിച്ചു എന്നുള്ളതല്ലേ ഇപ്പോൾ വ്യക്തമാവുന്നത്. അല്ല, അത് മാത്രമല്ല, അങ്ങ് ഡോക്ടർ അരുൺ അവിടം കൊണ്ട് ഇത് അവസാനിപ്പിക്കരുത്. ഇത് 99 പൂശിയതാണ്. 99 മുതലുള്ള കാര്യങ്ങൾ നോക്കിയാലേ 2019 എന്തെല്ലാം കൊണ്ടുപോയി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ 2019 ദ്വാരപാളികൾ പാളികൾ കൊണ്ടുപോകുമ്പോൾ അതിന്റെ രജിസ്റ്റർ ഉണ്ടല്ലോ. അതിന്റെ രജിസ്റ്റർ ഉണ്ടല്ലോ. ആ രജിസ്റ്ററിനകത്ത് എത്രയാണ് സ്വർണ്ണം അവിടുന്ന് കൊണ്ടുപോയെന്നുള്ളത് മനസ്സിലാവുമല്ലോ. ദേവസ്വം വകുപ്പിന് കീഴിലുള്ള ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ആ രജിസ്റ്റർ അവിടെ ഉണ്ട്. ആ രജിസ്റ്റർ മഹസറിൽ ഇല്ല. ഞാനത് ഇന്ന് പറയാത്തത് നാളെ നമ്മുടെ വളരെ അവിടെ റെസിപ്റ്റ് ഇല്ലാതെ സ്വീകരിക്കില്ല. അല്ല, സ്വീകരിക്കില്ല. കൊണ്ടുപോയതിന്റെ രജിസ്റ്റർ എവിടെ? റെസിപ്റ്റ് ഇല്ലാതെ സ്വീകരിക്കില്ലല്ലോ. മഹസർ എവിടെ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കൊണ്ടുപോയതിന്റെ മഹസറും രജിസ്റ്ററും കോടതിയിൽ അവർ ഹാജരാക്കട്ടെ. അതാണ്. അപ്പൊ അതിൽ ഇതുവരെ എത്ര സ്വർണം എന്നുള്ളത് പുറത്തു വന്നിട്ടുണ്ട്. ലഭിക്കുന്ന വിവരം, അറിയുന്ന വിവരം അനുസരിച്ച് 397 ഗ്രാം സ്വർണമാണ് 2019 കൊണ്ടുപോയതെന്നും 2019 കൊണ്ടുവന്നതെന്നും ഇപ്പോൾ അതിലൊരു 19 ഗ്രാം കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 19 ഗ്രാം കുറവ് വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അന്ന് ആ പാളികൾ മൊത്തം അടിച്ചുകൊണ്ട് പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അതെവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് LDF സർക്കാർ, ഒന്നാം പിണറായി സർക്കാരിന്റെ ദേവസ്വം മന്ത്രിക്കും രണ്ടാം പിണറായി സർക്കാരിന്റെ ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ബോർഡുകൾക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പാളികളെ സംബന്ധിച്ച് വ്യക്തതയില്ല. പാളികളെ സംബന്ധിച്ച് വ്യക്തത വന്നാലേ ഈ 4 കിലോയുടെ കണക്ക് പറഞ്ഞതുപോലുള്ളതാണോ ഇല്ലയോ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മളിപ്പോൾ പുറത്തു വരുന്ന വിവരം വെച്ചാൽ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ദേവസ്വം ബോർഡിൻ്റെ അവിടുത്തെ വിജിലൻസിൻ്റെ പരിശോധനയിൽ 2019 മുതൽ 25 വരെയുള്ള മുഴുവൻ റെസിപ്റ്റും പരിശോധിച്ചിട്ട് മാത്രം എത്രയാണ് സ്വർണം പുറത്തു കൊണ്ടുപോയെന്നുള്ളത് വ്യക്തമാവും. അതും കൂടി വന്നാലല്ല നമ്മൾക്കൊരു നിഗമനത്തിലെത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് 2019 വിജയമല്യ കൊടുത്ത പാളികളാണ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തതെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സ്ട്രെയിറ്റ് ക്വസ്റ്റ്യനാണ്. ഇല്ല, അതിൽ വ്യത്യാസം വരാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പാളികൾ എവിടെയോ പോയി എന്നല്ലേ നമ്മൾ കരുതുക? കാരണം അത് നമ്മൾ എന്ത് കൺക്ലൂഷനാണ് എത്തുന്നത്? അവരുടെ റെസിപ്റ്റ് പരിശോധിക്കാതെ കമ്പനി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു കിട്ടിയത് പുതിയ ചെമ്പുപാളികളാണ്. കമ്മീഷണർ തന്നെ പറയുന്നു അവിടെ കൊടുത്തത് പുതിയ ചെമ്പുപാളികളാണല്ലോ. അത് നമ്മളൊരു ധാരണയിൽ, അത് നമ്മൾക്ക് എല്ലാവർക്കും ധാരണയായി. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടിയെന്ന് ഹാജരാക്കിയത് അവിടുന്ന് കൊണ്ടുപോയതായിരിക്കാൻ സാധ്യതയില്ല. അത് അയാൾ പൂജിക്കാനും മറ്റ് വിശ്വാസ കച്ചവടത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടിയെന്ന്. അല്ല, അത് തന്നെ, അത് അന്വേഷിക്കട്ടെ. പത്മകുമാറും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അല്ലേ? കാരണം അവിടെ നിന്നും അത് കടത്തിക്കൊണ്ടുപോയി വിശ്വാസികൾക്കായി കച്ചവടം നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ലാഘവത്തോടുകൂടി കൃത്യമായ പ്രോട്ടോകോൾ മാനുവൽ പാലിച്ച് കൊടുത്തയക്കേണ്ട സാധനം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരു അവതാരത്തിന്റെ കയ്യിൽ കൊടുത്തുവിട്ടതിന്റെ ഉത്തരവാദിത്വം കടകംപള്ളി സുരേന്ദ്രനും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഇല്ലേ? ഡോക്ടർ അരുൺ, കടകംപള്ളി സുരേന്ദ്രനും പത്മകുമാറിനും എല്ലാം ഇതിന് ഉത്തരം. പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞാൽ അവർ ചെന്നപ്പോൾ ഉള്ള അവതാരമല്ല അവിടുത്തെ. അതിന് മുമ്പേ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മെമ്പർമാരും തന്ത്രിമാരും ശാന്തി തന്ത്രി അവിടുത്തെ ആളുകളാണ്. അങ്ങനെ ഒരാളാണ് അയാൾ. അതിനു മുമ്പ് ഒക്കെ അയാൾ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടാവും. അവതാരങ്ങളുമായിരിക്കും, അക്കാര്യത്തിലൊന്നും സംശയമില്ല. ഉണ്ടാവും. അതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എനിക്കൊരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം ചെലവിൽ ചെയ്തുകൊണ്ടുവരാവുന്നല്ലേ. ഒരു കാര്യം കൂടി അയാളുടെ ചെലവിൽ ചെയ്തുകൊണ്ടുവരാവുന്ന ഓഫർ കൊടുത്തിട്ട് അയാൾ കൊണ്ടുപോകുന്നേ. അയാളുടെ ചെലവ് ചെയ്ത് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോയാലും ആ ഒറിജിനൽ പാളികൾ അയാൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ദേവസ്വം ബോർഡിന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. കാരണം അത് വിലമതിക്കാനാവാത്ത ഒന്നാണ്. ആ വിലമതിക്കാനാവാത്ത ആ യഥാർത്ഥ പാളികൾ ആരുടെയോ പുലിപ്പാലായി മാറിയിട്ടുണ്ടെങ്കിൽ, ആ പുലിപ്പാലിന് വേണ്ടിയിട്ട് ഇയാൾ കൊണ്ട് കടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അത് മഹേഷ് പണിക്കർ പറഞ്ഞതുപോലെ ആചാര ലംഘനം കൂടിയാണ്. അതങ്ങനെ നമുക്ക് വെറുതെ തള്ളിക്കളയാൻ പറ്റില്ല. അത് വിശ്വാസികളെ സംബന്ധിച്ച് വലിയ വിഷയമാണ്. കടകംപള്ളിയോ
കടകംപള്ളിയോ പത്മകുമാറോ ഒരു ദുരുദ്ദേശത്തോടു കൂടി അയാളെ ദുരുദ്ദേശം വേണമെന്നില്ല സാർ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരിച്ചറിഞ്ഞില്ലെന്ന് മാത്രമല്ല, യോജിപ്പില്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിട്ടത് തന്നെ മാനുവലിന് വിരുദ്ധം. അതിന് ആ ലാഘവത്തോടു കൂടി കണ്ടു. അതിന്റെ പരിണിത ഫലമാണ് പ്രശ്നം വരുമ്പോഴേ അല്ല സാർ, 50കളിൽ ഉണ്ടാക്കിയ മാനുവലിനകത്ത് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന ആശയമില്ല. അതുകൊണ്ട് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ സ്വന്തമടക്കമുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ ഏതെങ്കിലും അറ്റകുറ്റപ്പണി ചെയ്യുന്നില്ലെങ്കിൽ സന്നിധാനത്ത് തന്നെ വെച്ച് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യുന്നില്ലെങ്കിൽ പ്രത്യേകം ദേവസ്വം ബെഞ്ചിന്റെ അനുമതി വാങ്ങി അത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇതൊന്നും വന്നവിടെ നടന്നില്ല. അതാണ് അതിനകത്ത് സംഭവിച്ച ഗുരുതരമായ വീഴ്ച. ഞാൻ ഇടവേളയ്ക്ക് ശേഷം പുതിയ പ്രസിഡന്റ് പറഞ്ഞത്. ശരി, ഞാൻ ഇടവേളയ്ക്ക് ശേഷം ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമല്ലേ സംഭവിച്ചിരിക്കുന്നത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളികൾ സ്വകാര്യ പൂജയ്ക്ക് കൊണ്ടുപോയി. ഇതൊന്നും ദേവസ്വം ബോർഡ് അറിയാതെ പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വീഴ്ചയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്, KVS ഹരിദാസ്? ഡോക്ടർ അരുൺ, എനിക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ. ശബരിമലയിലെ അയ്യപ്പനോടാണ്. അയ്യപ്പ സ്വയം കാത്തോളണേ എന്ന്. ഇന്നിപ്പോ ഭരണത്തിലുള്ള കൂട്ടരും ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കുന്നവരും, അത് തലമുറകളായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ, അവർ നാളെ ആ ധ്യാന നിഷ്ഠയിലിരിക്കുന്ന പുഞ്ചിരി തൂകുന്ന അയ്യപ്പന്റെ വിഗ്രഹം പോലും അടിച്ചു മാറ്റിയാൽ അതിശയിക്കാനില്ല. ഇപ്പൊ മഹേഷ് പണിക്കർ പറഞ്ഞല്ലോ, ആ ദ്വാരപാലകന്മാരുടെ പ്രാധാന്യം. അയ്യപ്പനെ കാക്കുന്നവരാണ്. അതാണ് ഒരു ക്ഷേത്ര സങ്കല്പം. അവിടെ എത്തുന്ന ഭക്തന്മാരുടെ ഒരു രക്ഷിതാക്കളാണ്. അതാണ് ഇവർ അടിച്ചു മാറ്റിയത്. എന്നിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി വന്നിട്ട് 4 കിലോ സ്വർണത്തിന്റെ കണക്ക് പറയാം ഇവിടെ ഇരുന്നിട്ട്. എനിക്ക് ലജ്ജ തോന്നുക ചെയ്യുന്നേ. ഇത്തരയ്ക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് അധപ്പതിച്ചുകൂടാ. ഇവിടെ ലോകത്തിലെ നാനാഭാഗങ്ങളിൽ നിന്ന് ഓരോ വർഷവും അയ്യപ്പനെ കാണാൻ എത്തുന്നത് കോടാനുകോടി ഭക്തന്മാരാ. നമുക്കറിയാം ശബരിമലയിൽ എത്താനുള്ള ബുദ്ധിമുട്ട്. മൈലുകൾ താണ്ടി, മലകൾ താണ്ടി. എത്ര വലിയ കോടീശ്വരനാണെങ്കിലും കറുത്ത മുണ്ടെടുത്ത് നഗ്നപാതനായിട്ട് മല കയറി എത്തുന്നവരാണ്. അങ്ങനെ എത്തുന്നവർക്ക് അവരെ എത്തിക്കുന്ന ഒരു ശക്തിയുള്ള ഈശ്വരനാണ് അയ്യപ്പൻ. ആ അയ്യപ്പനെ തൊട്ട് കളിച്ചവരാരും ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല. നാശത്തിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പുതിയ അവതാരമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് അന്വേഷണത്തിൽ കാണാം. പക്ഷെ അയ്യപ്പനെ അറിയാമത്. ഇവിടെ ഇവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല അരുണ, എനിക്ക് ഉറപ്പാണ്. കാരണം ഇത് ഇപ്പൊ തുടങ്ങിയതല്ലല്ലോ. 2018 നമ്മൾ കണ്ടതാണ് കുറേ നാടകങ്ങൾ. അതിൻ്റെ തുടർച്ചയാണിത്. അതിനുശേഷമാണ് ഈ ദ്വാരപാലകന്മാരെ അടിച്ചു മാറ്റിയത് അവിടുന്ന്. അതിൻ്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും വലിയ ഗൂഢാലോചനയുണ്ടോ, രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്നത് പോലും അന്വേഷണ വിധേയമാക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് BJP ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു CBI അന്വേഷണം വേണമെന്ന്. എന്തുകൊണ്ട് സർക്കാരിന് അതിന് തയ്യാറായിക്കൂടാ? ഇന്ന് ഗോവിന്ദ മാഷ് ഒന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്ന്. അങ്ങനെയാണെങ്കിൽ ലെറ്റ് ദം ഓർഡർ CBI എൻക്വയറി. ഇവർക്ക് കൈകൾ രക്ഷിക്കാമല്ലോ. അയാളുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ അന്വേഷണത്തിന് എന്തിനാ മടിക്കുന്നേ? ഇത് വെറും സ്വർണത്തിന്റെ കാര്യം മാത്രമല്ല. ഇന്നിപ്പോൾ G. സുധാകരൻ പറഞ്ഞതും കൂടി നമ്മൾ ഓർക്കണം. ശബരിമലയിൽ ഒരുപാട് പണം എത്തുന്നുണ്ട്. അവിടെ തട്ടിപ്പിനുള്ള സാധ്യതകൾ കൂടുതലാണ്. ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ പലതും സംഭവിക്കും എന്ന് മുന്നറിയിപ്പ് കൊടുത്തത് മുമ്പ് ദേവസ്വം മന്ത്രിയായിരുന്ന, പലപ്പോഴും അദ്ദേഹം അഭിപ്രായങ്ങൾ പലതും എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. പക്ഷെ കൈകൾ ശുദ്ധമാണെന്ന് പലരും കരുതുന്ന G. സുധാകരനാണ് അത് പറഞ്ഞത്. അത് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിച്ചുകൂടാ. ഭാഗ്യത്തിന് ഇപ്പോൾ ഹൈക്കോടതി ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. സത്യസന്ധനാണെന്ന് നമ്മളൊക്കെ ബോധ്യമുള്ള ജസ്റ്റിസ് KT ശങ്കരൻ്റെ നേതൃത്വത്തിൽ ആ അന്വേഷണത്തിന് റിപ്പോർട്ട് വരട്ടെ. പക്ഷേ അതിനു മുമ്പ് കേരളത്തിലെ സർക്കാർ ഈ പ്രശ്നം CBIക്ക് വിടണം. ഹൈക്കോടതിയുടെ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ അത് CBIക്ക് സഹായകരമാവും. അല്ലാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ഇവരാരും വിചാരിക്കണ്ട. ഇത് ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നേരത്തെ മഹേഷ് പണിക്കർ സൂചിപ്പിച്ചല്ലോ, അവിടെ ദ്വാരപാലകന്മാരുടെ പൊതിഞ്ഞ സ്വർണത്തിന് എന്തെങ്കിലും കോട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ
എന്തുകൊണ്ടാ ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞിട്ടുണ്ടല്ലോ, ശ്രീകോവിലിന്റെ മതിൽ സ്വർണം പൊതിഞ്ഞിട്ടില്ലേ? അതിന്റെ എന്താ പറയാ മോൾവശത്തും സ്വർണമല്ലേ ഉള്ളത്? അതിനൊന്നും ഒരു കോട്ടവും വന്നിട്ടില്ലല്ലോ. അതെന്താ അടിച്ചു മാറ്റാൻ പറ്റാത്ത ഇവർക്ക്? പറ്റിയിരുന്നെങ്കിൽ അതും മാറ്റുമായിരുന്നില്ലേ ഇവര്? അപ്പോ ഇതൊരു നിസ്സാര പ്രശ്നമല്ല. ശബരിമല മാത്രമല്ല ഈ അന്വേഷണം നടത്തേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു വരാം. അങ്ങ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തുകൊണ്ട് CBI അന്വേഷണം ഭയക്കുന്നു സർക്കാർ എന്നുള്ളൊരു ചോദ്യമുണ്ട്. രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളും അവിടെയുണ്ട്. NC കുമാർ, യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടത് അത് ചെമ്പാണ് എന്നുള്ളത്, പക്ഷേ അതിലേക്കല്ലല്ലോ ശ്രദ്ധ പോകേണ്ടത്. സ്വകാര്യ പൂജ നടത്തത്തക്ക രീതിയിൽ ഈ പാളികൾ ചെന്നൈയിലെത്തിച്ച് പൂജിക്കുക, അതേപോലെ യഥാർത്ഥത്തിൽ വിജയമല്യ കൊടുത്ത പാളികൾ പോലും അവിടെ നിന്ന് ഇളക്കി മാറ്റി മറ്റേതെങ്കിലും ആവശ്യത്തിന് എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾക്ക് വളരെ ഗൗരവമേറിയ വിഷയങ്ങളല്ലേ? അങ്ങനെയാണെങ്കിൽ വലിയൊരു തട്ടിപ്പ് ഇതിന് പിന്നിലുണ്ട്, വലിയൊരു റാക്കറ്റ് ഇതിന് പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് വിശ്വാസ സംരക്ഷണവും ആചാര സംരക്ഷണവും ഒക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്, കേവലം സ്വർണ്ണത്തട്ടിപ്പ് മാത്രമല്ല. നോക്കൂ ഡോക്ടർ അരുൺ, നമ്മൾ കുറേ ദിവസമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. ഓരോരുത്തരും ഓരോ നിഗമനങ്ങളിലെത്തുകയാണ്. ചിലത് വിശ്വാസത്തെക്കുറിച്ച് പറയും, ചില അമിതമായ വിശ്വാസത്തെക്കുറിച്ച് പറയും, അങ്ങനെ ഓരോ രീതിയിൽ സംസാരിക്കും. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്താ? അവിടുത്തെ സ്വർണം കാണാനില്ല, അതൊരു ക്രിമിനൽ കുറ്റമാണ്. ആ ക്രിമിനൽ കുറ്റത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ട ഗവൺമെൻറ്റാണ്. കോടതി പറഞ്ഞു ഒരു ജസ്റ്റിസിനെ വെച്ച് അന്വേഷിക്കാൻ പറഞ്ഞു. പക്ഷേ നോക്കൂ ഡോക്ടർ അരുൺ, നമ്മളെല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ നമ്മുടെ മുഖ്യമന്ത്രി എന്താ ഈ കാര്യത്തെക്കുറിച്ച് മിണ്ടാത്തതെന്ന്? ഇത്രയും ഗൗരവകരമായൊരു വിഷയമല്ലേ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ട് പൂർണ്ണമായും ഏതാണ്ടെന്ന് പറയാവുന്ന രീതിയിൽ കൊടുക്കുന്ന ഒരു ക്ഷേത്രമല്ലേ ശബരിമല? എന്താണ് അദ്ദേഹത്തിനൊന്നും പറയാനില്ലേ? രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മറുപടിയിലാണ് ജനത്തിന് വിശ്വാസം. വേറെ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളിവിടുന്ന് ചർച്ച ചെയ്തിട്ട് ഏത് ശില്പിയാണെങ്കിലും ആരായാലും അല്ലെങ്കിൽ വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടൊന്നും ജനത്തിന് വിശ്വാസം വരില്ല. രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും ഉത്തരം പറയണം. ഇത് ഗോവിന്ദ മാഷ് പറയുന്നത് നമുക്ക് തിരക്കില്ലല്ലോ, അന്വേഷണം പതുക്കെ നടക്കട്ടെ എന്നാണ്. തിരക്കുണ്ട്. കാരണം ഇവിടെ 4.5 കിലോ ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ കേട്ടു 4.5 കിലോ സ്വർണ്ണം എന്നൊക്കെ ഓരോരുത്തർ വിളിച്ചു പറയുന്നുണ്ട്. 4.5 കിലോ എന്നല്ല, 1 ഗ്രാം സ്വർണ്ണം പോലും പോകാൻ പാടില്ല. 1 ഗ്രാം സ്വർണ്ണം പോലും അവിടുന്ന് പോകാൻ പാടില്ല. അതൊക്കെ കാരണം നമുക്ക് ആർക്കും ഇതിനെപ്പറ്റി അറിവില്ലെന്നേ. ഇപ്പം ചെമ്പാണ് കൊണ്ടുപോയതെന്നും സ്വർണം കൊണ്ടുപോയ ആളെ ഈ പറയെടുപ്പ് പോലെ എല്ലാ വീടുകളിലും കൊണ്ട് കാണിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ആർക്ക് എവിടെയാണ് ഇതൊക്കെ അറിയണത്? ഇതിൻ്റെ പ്രതിസ്ഥാനത്തല്ല ഇതിനെ ആരോപണ വിധേയനായ വിവാദ പുരുഷൻ പറയുന്ന എല്ലാം കോടതി പറഞ്ഞോളാന്നാണ്. ഇവിടെ നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനമില്ല. ഇത്രയും കാലം ഇൻ്റലിജൻസ് സംവിധാനത്തിന് ഇതൊന്നും കണ്ടെത്താൻ പറ്റിയില്ലേ? ശബരിമലത്തെ വിഷയങ്ങളൊന്നും ഈ അവതാരങ്ങളെന്നൊക്കെ മുഖ്യമന്ത്രി പരിഹസിച്ചവരൊക്കെ ഇങ്ങനെ നിരന്തരം വന്നു പോകുന്നതൊന്നും ഇവർക്ക് മനസ്സിലായിട്ടില്ലേ? ഇതൊക്കെ ആരോടെയും സംസാരിക്കുന്നത്? ഇവിടെ LDF ഉണ്ടല്ലോ, LDF നേതൃത്വമില്ലേ? അവരൊരു യോഗം ചേർന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ. അതിലത്തെ ഘടകകക്ഷിയില്ല, അവർക്ക് അഭിപ്രായമില്ലേ? ഇത് ദിവസം എങ്ങനെ നമ്മളെ ഇരുട്ടിൽ നിർത്തുക? നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ ചർച്ച ചെയ്യുക, ഓരോരുത്തരെ അവരുടെ വൈദഗ്ധ്യം അനുസരിച്ച് ഓരോന്നും വിളിച്ചു പറയുക, എന്നിട്ട് ഓരോരുത്തരെ നമ്മൾ സംശയം വരികയും നിർത്തുക. ഇവിടെ BJPയുടെ ഹരിദാസ് വളരെ പൊട്ടിത്തെറിക്കുന്നത് കണ്ടു. ഹരിദാസിൻ്റെ പാർട്ടി എന്താ കാര്യമായിട്ടൊന്നും മിണ്ടുന്നില്ലല്ലോ, അതെന്ത് പറ്റി? സാധാരണ ഇതിൽ ഇങ്ങനെ അല്ലല്ലോ വരേണ്ടത്. അവിടെ ശബരിമലയിലത്തെ സ്ത്രീ പ്രവേശം നടന്നപ്പോൾ ആചാര ലംഘനമായിരുന്നല്ലോ, അത് ഇതൊരു ആചാര ലംഘനമാണല്ലോ. എന്നിട്ടെന്താ BJPക്ക് വലിയ കാര്യമായുള്ള പ്രതിഷേധമൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. ഇത് ക്രിമിനൽ കുറ്റമാണെന്ന് പ്രതിപക്ഷവും BD സതീശനും പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട്. ആ ക്രിമിനൽ കുറ്റമായി കണ്ടത് കേസെടുത്ത് അന്വേഷിച്ച് നടക്കേണ്ടതാണ്. ഇവിടെ ക്രൈംബ്രാഞ്ചോ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് സംവിധാനമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംവിധാനമോ അന്വേഷിച്ചാൽ ശരിയാകില്ല എന്ന് പറയാൻ കാരണം അതെല്ലാം ഗവൺമെൻറ് സംവിധാനമാണ്. അതുകൊണ്ട് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അതുപോലെ ഉൾപ്പെട്ടിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെയുള്ള ഇവരുടെ സമീപനത്തിൽ വ്യത്യാസം വരും. അതുകൊണ്ട് CBI അന്വേഷിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല. CBI വരുമോ വരില്ല എന്നൊക്കെ വേറെ വിഷയം. പക്ഷേ നമുക്ക് ആദ്യമായിട്ടൊരു ഉത്തരം കിട്ടുന്നത് ഭരണ നേതൃത്വത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നാണ്, അത് മുഖ്യമന്ത്രിയിൽ നിന്നാണ്. ഡോക്ടർ അരുൺ ഇതുവരെ തോന്നിയിട്ടില്ല മുഖ്യമന്ത്രി എന്താ പ്രതികരിക്കാത്തതെന്ന്? കാരണം ഇത്ര ദിവസമായി ഈ വിഷയം നടക്കേണ്ടി പോകും. അത് സത്യം പറഞ്ഞാൽ ഇത് ശബരിമല വിഷയം വിശ്വാസികളുടെ മാത്രം വിഷയമല്ലത്. കാരണം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കൂ, ശബരിമല വിഷയത്തിലാണല്ലോ ഇവിടെ ഇപ്പോൾ എന്തായാലും ഒരു വലിയ രാഷ്ട്രീയ ചർച്ച നടന്നത്. ഈ സമുദായ സംഘടനകളൊക്കെ വിളിച്ചിരുത്തിക്കൊണ്ട് ആ സമുദായ സംഘടനകളെ ബോധ്യപ്പെടുത്തേണ്ടേ അവർ ചോദിച്ചില്ല എന്നുള്ള വേറെ കാര്യം. പക്ഷേ അവരെ ഇവർ ബോധ്യപ്പെടുത്തണ്ടേ ഇന്ന വിഷയങ്ങളുണ്ടെന്നുള്ളത്. ശബരിമല ക്ഷേത്രത്തിലെ വരുമാനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ 1000-ലധികം ക്ഷേത്രത്തിൽ കൊടുക്കുന്നത്. ശബരിമലയ്ക്ക് മാത്രമായിട്ടൊരു ദേവസ്വം ഉണ്ടാക്കിക്കണമെന്ന് ഒരുപാട് കാലത്തെ ആവശ്യമാണ്. ഗുരുവായൂർ ദേവസ്വം പോലെ ശബരിമല ദേവസ്വം. കാരണം ശബരിമല വരുന്ന നടവരവ് അവിടെ തന്നെ ചിലവാക്കണം. ഇവിടെ ഇപ്പം എത്ര നടവരവ് കിട്ടി, എത്ര ബാങ്കിലുണ്ട്? ഈ സീസൺ കാലത്ത് അവിടെ ഇലക്ട്രിസിറ്റി ബോർഡിന് എത്ര രൂപ കൊടുത്തു, അവിടെ സുരക്ഷ ഒരുക്കുന്ന പോലീസിന് എത്ര രൂപ കൊടുത്തു, ഇതൊക്കെ ജനത്തിനും അറിയണ്ടേ? ഇതിനൊക്കെ കണക്ക് വേണം. അപ്പോൾ ഇതെല്ലാം ജനത്തിനറിയാം. അപ്പോൾ നമ്മൾ ഈ സ്വർണ്ണത്തെ മാത്രം നിൽക്കുകയാണ്. അവിടെ എത്ര നടവരവ് കിട്ടിയെന്നുള്ളതും എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെന്നുള്ളതും ഇലക്ട്രിസിറ്റി ബോർഡിനും പോലീസിനും ഒക്കെ എത്ര കൊടുത്തു എന്നുള്ളതൊക്കെ നമുക്ക് അറിയേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരുമ്പോൾ ഇതിന് വ്യക്തമായ ഒരു കാര്യം പറയാൻ നമുക്ക് കഴിയുന്നത് മുഖ്യമന്ത്രിക്കാണ്.
മുഖ്യമന്ത്രി മിണ്ടുന്നില്ല. ഇതിങ്ങനെ നടക്കട്ടെന്നാണോ? ഓരോരുത്തരും അവരവരുടെ ഇതനുസരിച്ച് പറയുകയാണ്. ഇവിടെ ദ്വാരപാലകന്മാരെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ അതിനെ പൊതിഞ്ഞ പാളിയെക്കുറിച്ചൊന്നും അല്ലല്ലോ വിഷയം. അവിടുന്ന് സ്വർണം പോയി, അല്ലെങ്കിൽ അവിടുന്ന് സ്വർണം പോയി എന്നുള്ള സംശയം വന്നു, പോയോ എന്ന് നമുക്കറിയില്ല. ഇനി അത് മാത്രമല്ല, അവിടെ വിജയം വലിയ ഇപ്പോൾ ഇവർ കയറി പിടിച്ചിരിക്കുക. വിജയം വലിയ ഈ സ്വർണ്ണം പൂശിക്കൊടുത്ത ഇടതുമുന്നണി ഗവൺമെൻറ് കാലത്താണ്, CPM മന്ത്രി ഭരിക്കുന്ന കാലത്താണ്. അന്നത് സ്വാഗതപൂർവ്വം സ്വീകരിച്ചു. എന്നിട്ട് ഇന്ന് പറയാം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്. അത് അന്ന് തോന്നിയില്ലേ? ഇനി അത് മാത്രമല്ല, ഇന്നിപ്പോൾ ഒരാളിലേക്ക് അങ്ങോട്ട് ഇടുക, ഒരു വിവാദ പുരുഷൻ്റെ മേലേക്ക് അങ്ങോട്ട് ഇടുക. അദ്ദേഹം തെറ്റ് ചെയ്തോ ശരിയാണോ എന്നുള്ളത് നമുക്കറിയില്ല. അത് പോലീസോ കോടതിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഭരണനേതൃത്വം വഹിക്കുന്നവരോ പറയണം. ഇവരാരും പറഞ്ഞിട്ടില്ല. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി പോലും പൊതിഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ ഏത് അന്വേഷണം നേരിടാം, CBI വേണമെന്ന് ചോദിച്ചപ്പം അദ്ദേഹത്തിന് അത് കൃത്യമായ ഉത്തരം അദ്ദേഹം കൊടുത്തുമില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാകാത്ത കാര്യം. നമ്മുടെ മുഖ്യമന്ത്രി എന്താ മിണ്ടാത്തത്? ഇത് ചോദിച്ചാൽ പറയാം കോൺഗ്രസ്സുകാർ എന്തും മുഖ്യമന്ത്രിക്ക് വേണ്ടി, മുഖ്യമന്ത്രി എന്താ മിണ്ടാത്ത ചോദിക്കും. മുഖ്യമന്ത്രി ഇതിനു മുമ്പുള്ള ഇവിടെ ഭരിച്ചിട്ടുള്ള മുഖ്യമന്ത്രിമാരെ ഇതിൽ ചെറിയ ചെറിയ കേസുകൾ വരുമ്പോൾ കൃത്യമായിട്ട് ഉത്തരം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾക്ക് വിശ്വാസമാകും. നമ്മുടെ മുഖ്യമന്ത്രി നാളെ പറയാണ് ഇന്നതാണ് ശബരിമലത്തെ സംഭവം എന്ന് പറഞ്ഞാൽ സംശയം തീരും. ഇതിപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ സംശയങ്ങളൊക്കെ നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുക നിഗമനങ്ങൾ. ഇപ്പം ഇതിൽ ജയറാമിൻ്റെ വീട്ടിലേക്ക് വാതിൽ കൊണ്ടുവന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പാളി കൊണ്ടുവന്നിട്ടുണ്ടാകാം, അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. ഇവിടെ ആ മിസ്റ്റർ പണിക്കരെ പറഞ്ഞൊരു വലിയ ഗൗരവമുള്ള കാര്യമുണ്ട്. ചിലപ്പോൾ ഇതൊക്കെ എവിടെയെങ്കിലും കാണും, അത് കണ്ടെത്തിയാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഇത് പൂശാൻ കൊണ്ടുവന്നത്, ഇത് നന്നാക്കാൻ കൊണ്ടുവന്നത് ഒറിജിനൽ ചെമ്പാണെന്ന കമ്പനി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എവിടെയെങ്കിലും കാണുമെന്ന് വിചാരിക്കാം, ഇല്ലെങ്കിൽ ഉരുക്കിയെന്ന് വിചാരിക്കാം. ഇതൊക്കെ നമ്മുടെ നിഗമനങ്ങളല്ലേ ഡോക്ടർ അരുണേ? നമ്മൾ എത്ര ദിവസം ഈ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ഭരണാധികാരി ഇല്ലേ? ഇവിടെ മുന്നണി സർക്കാർ ഇല്ലേ? അഭിപ്രായമില്ലേ? പക്ഷേ അന്വേഷണത്തിന്റെ ഘട്ടത്തിലാണ് എന്തെങ്കിലും തീർപ്പ് പറയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. KT ശങ്കരന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ്. അതിനിടയിൽ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം പറയുന്നത് ശരിയാണോ ശ്രീകുമാർ? അപ്പം ഇനി ഇവരൊക്കെ പറയുന്നതോ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ എന്താ? അല്ല, അങ്ങനെ നടക്കട്ടെ എന്ന് പറയാൻ ആർക്കും പറ്റുമല്ലോ. സാധാരണ ഇതിൽ നമ്മുടെ എന്താ ദേവസ്വം മന്ത്രി പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് കോടതി ബാധകമല്ലേ? ദേവസ്വം മന്ത്രി 2-3 ദിവസത്തെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതിൽ കൃത്യത വരുന്നില്ല. സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. അല്ലല്ലോ, കോടതിയാ പറഞ്ഞത് 1999 സമഗ്രമായ അന്വേഷണം വേണമെന്ന് വീണ്ടും അങ്ങോട്ട് ദേവസ്വം ബോർഡ് ആവശ്യപ്പെടാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. അല്ല, അത് എന്താ അർത്ഥമുള്ളതല്ലേ? അവർ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് പിന്നെ ആവശ്യപ്പെട്ടിട്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞ ഡോക്ടർ അരുണെ, ദേവസ്വം മന്ത്രിക്ക് ഇതിൽ കോടതിയെ ഒന്നും ആരും ലംഘിക്കേണ്ട. കോടതിയെ നമുക്ക് വിശ്വാസമുണ്ട്, കോടതിയുടെ നടപടിയിൽ ലംഘിക്കേണ്ട. അപ്പോൾ ദേവസ്വം മന്ത്രിക്ക് കോടതിയുടെ അഭിപ്രായങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ച ആ സാഹചര്യം ഇരിക്കാൻ തന്നെ ദേവസ്വം മന്ത്രി അഭിപ്രായം പറയുന്നുണ്ടല്ലോ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് എന്താ പറഞ്ഞത്? ഈ 4 കിലോ സ്വർണ്ണം വന്ന് പൊലിപ്പിച്ച് കാണിക്കുന്നു, 1/2 കിലോ പോലും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞ എന്താ അടിസ്ഥാനത്തിലാണ്? 4 കിലോ സ്വർണ്ണം അടിസ്ഥാനത്തിലാണ് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 5 മഹസറിന്റെയും ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടുണ്ട്. അല്ല ഡോക്ടർ അരുണെ, ഞാൻ പറയുന്നത് ഡോക്ടർ അരുണ് മനസ്സിലാക്കി കാണും. ഡോക്ടർ അരുണ് ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രതികരിക്കണമെന്ന് ഡോക്ടർ അരുണ് തോന്നുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ആധികാരികമായി പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ലല്ലോ എന്നുള്ളതാണ് എന്റെ സംശയം. കാരണം അന്വേഷണം നടക്കുന്ന പശ്ചാത്തലത്തിൽ അന്വേഷണത്തിന് ശേഷമല്ലേ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റൂ. ഇതൊരു ക്രിമിനൽ കുറ്റമാണെന്നും ഇതിന്റെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നവർ എന്താ അടിസ്ഥാനത്തിലാണ് ഇവർ പറഞ്ഞത്? ക്രൈംബ്രാഞ്ച് വിജിലൻസിനെ തന്നെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് നമ്മുടെ ആശങ്ക. ഒരു ചെറിയ ഇടവേളയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ തിരികെ വരാം. ശബരിമലയിൽ സംഭവിച്ചത് സ്വർണ്ണക്കടത്താണോ അതല്ല വിശ്വാസക്കടത്താണോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഡോക്ടർ PK ഗോപൻ CPM പ്രതിനിധി, BJP പ്രതിനിധി KVS ഹരിദാസ്, N ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രി എന്നിവരാണ് നമുക്കൊപ്പം ഉള്ളത്. ഡോക്ടർ PK ഗോപൻ, ദേവസ്വം വിജിലൻസ് തന്നെ അന്വേഷിച്ചാൽ ഈ കേസ് തെളിയുമോ? ഇത് കള്ളനെ തന്നെ ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്നതിന് തുല്യമാണെന്നാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. അതുകൊണ്ടൊരു CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അടൂർ പ്രകാശ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇപ്പോൾ BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തു വരാൻ സ്വതന്ത്രമായിട്ടൊരു അന്വേഷണം നടക്കേണ്ടതല്ലേ? ഒരു ചോദ്യം. 2, ഈ വിഷയത്തിൽ ഒരു കൃത്യമായ ഉത്തരം ഇതുവരെയും അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അതാണ് N ശ്രീകുമാർ ചൂണ്ടിക്കാണിച്ചത്. മുഖ്യമന്ത്രിക്കടക്കം ഈ വിഷയത്തിൽ ഇതുവരെ സംഭവിച്ചതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൂടെ? ഡോക്ടർ PK ഗോപൻ. ഇതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദേവസ്വത്തിൻ്റെ വിജിലൻസാണ്. വിജിലൻസിൽ നിന്നാണ് നമുക്ക് ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നത്. രണ്ടാമത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ്. ഏത് ഏജൻസി വേണമെന്ന് ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ പൊളിറ്റിക്കലായിട്ട് പറയുമ്പോൾ
CBI രാഷ്ട്രീയ ഇതര ഏജൻസിയാണെന്ന് ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറിൻ്റെ പാർട്ടിക്ക് അഭിപ്രായമുണ്ടോ? അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി അതും തിരുത്തണം. ഇവിടെ നമ്മുടെ ഈന്തപ്പഴത്തിലെ സ്വർണം എവിടെ പോയി? ആരുടെ കയ്യിൽ സ്വർണം ഉണ്ടെന്ന് കണ്ടുപിടിച്ച് CBI? എത്ര കേസുകളാണ് CBI അന്വേഷിച്ചിട്ട് പാളിപ്പോയിട്ടുള്ളത്? അപ്പോൾ CBI ഒരു വിശ്വസ്തമായ അന്വേഷണ ഏജൻസിയാണെന്ന് ദേശീയ കോൺഗ്രസിന് അഭിപ്രായം ഉണ്ടാവത്തില്ല. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് CBI ആണ് താല്പര്യം, BJPയുടെ ഏജൻസിയോടാണ് അവർക്ക് താല്പര്യം. അതുകൊണ്ട് ഇത് നിഷ്പക്ഷമായ അന്വേഷണം വേണം. ഇനി CBI ആണ് നമ്മുടെ ഹൈക്കോടതി ഓർഡർ ഇടുന്നതെങ്കിൽ 100% സ്വാഗതമാണ്. അതിനെ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണല്ലോ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM സെക്രട്ടറിയും സകല ഉത്തരവാദിത്തപ്പെട്ട ആളുകളും പറയുന്നത് ഈ ഭൂലോകത്തിലുള്ള ഏത് അന്വേഷണവും നടക്കണം, സത്യം കണ്ടുപിടിക്കണം എന്നുള്ളത് തന്നെയാണ്. ഡോക്ടർ പി കെ ഗോപൻ, ഇതിപ്പോ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാലും ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അന്വേഷിച്ചാലും ഒരു ചിത്രം നമ്മുടെ മുന്നിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇന്ന് റിപ്പോർട്ടർ പുറത്തുവിട്ട ചിത്രമാണ്. അത് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് ഒരു ഗൂർഖ ജീപ്പിന്റെ താക്കോൽ കൈമാറുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രമാണ് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച് ഈ ചടങ്ങിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഒരു ഫോട്ടോ സെഷനിൽ പങ്കെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പോലീസ് സേനയ്ക്ക് ഒരു ജീപ്പിനെ സ്പോൺസർ ചെയ്ത ആളുകൂടിയാണ്. ഭീമ ജുവലറിയാണ് അതിന് പണം മുടക്കിയത്. അതിനുള്ള ഏകോപനം നിർവഹിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അയാൾക്ക് പിടി ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ വകുപ്പിൽ കൂടിയാണ്. ADGP ശ്രീജിത്തിനെ അദ്ദേഹം പോലീസ് ആസ്ഥാനത്ത് പോയി പൊന്നാട എണീച്ച് സ്വീകരിക്കുന്നുണ്ട്. സകുടുംബം ഈ അവതാരം ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഈ അവതാരത്തിനെതിരെ താൻ തന്നെ പൊന്നാടയിട്ട ADGPയുടെ നേതൃത്വത്തിലുള്ള സംഘം, താൻ തന്നെ ഗൂർഖ ജീപ്പ് കൊടുത്ത ആഭ്യന്തര വകുപ്പിൻ്റെ അന്വേഷണ സംഘം അന്വേഷിച്ച കാര്യങ്ങളൊക്കെ തെളിയുമോ? അതൊന്നും ബാധകമല്ല ഡോക്ടർ അരുൺ. കാരണം എത്രയോ കേസുകളിൽ നമുക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇയാൾ CSR ഫണ്ട് വാങ്ങിച്ചു കൊടുക്കുന്ന ഏജന്റ് കൂടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അത് വന്നിട്ടുള്ളത്. ശബരിമലയിലും അങ്ങനെയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇയാളെ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ BJPയുടെ ബഹുമാന്യനായ പ്രതിനിധിക്ക് BJPക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായിട്ട് പരാതിയുണ്ടോ? ഇതുവരെ ഷാർപ്പായിട്ട് അവർ ഉണ്ണികൃഷ്ണൻ പോറ്റി അറ്റാക്ക് ചെയ്യുന്നുണ്ടോ? എന്താ കാര്യം? ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന പടവും പുറത്തു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന പടം പുറത്തു വന്നിട്ടുള്ളത്. അല്ല സാർ, ഞാൻ പറയട്ടെ, അല്ല ഒറ്റ സെക്കൻഡ് ഒരു നിമിഷം KV സരിദാസ്, താങ്കൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ചൊന്നും പറയാനില്ലേ എന്നാണ് ചോദ്യം. അല്ല അരുണേ, അല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള കാട്ടുകള്ളന്മാരെ സംരക്ഷിക്കുന്നത് ആരാ? ഓക്കെ, ഡോക്ടർ പി കെ ഗോപൻ, കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതിനേക്കാൾ തീവ്രമായിട്ട് KV സരിദാസിന് പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. ഡോക്ടർ പി കെ ഗോപൻ തുടരാം. അല്ലല്ലോ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപീഠം കാണാനില്ലാതെ പോയി എന്ന് പറയുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പാർട്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവർ കളഞ്ഞ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വേണ്ട. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായിട്ടാണ് ഈ അന്വേഷണം മുഴുവൻ നടക്കേണ്ടത് പ്രധാനമായിട്ട്. അടുത്തത് മുഖ്യമന്ത്രി മിണ്ടുന്നില്ല എന്ന്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അഭിപ്രായം പറയണമെങ്കിൽ എന്ത് വ്യക്തത ഇക്കാര്യത്തിലുള്ളത്? ഗവൺമെന്റ് ഏജൻസി ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി കൃത്യമായിട്ട് മറുപടി പറയും. അല്ലാതെ പറയാൻ പറ്റില്ല. യെസ്, അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല എന്ന് ആവർത്തിച്ച് ഇവർ ആവശ്യപ്പെടുക. അയാളല്ലേ ഇതിലെ മുഖ്യപ്രതി, അയാളല്ലേ മുൻപന്തിയിൽ നിൽക്കണേ. അയാൾ ഇവർ അറസ്റ്റ് ചെയ്യട്ടെ, അയാൾ പറഞ്ഞനുസരിച്ച് ഇവർ വലിയ ആളുകളെ അറസ്റ്റ് ചെയ്യും. സാർ, ഹരിദാസ് സാർ പറയുമ്പോൾ അറസ്റ്റ് ചെയ്യല്ലോ വേണ്ടത്, അല്ലെങ്കിൽ PK ഗോപൻ പറയുമ്പോഴല്ലോ അറസ്റ്റ് ചെയ്യേണ്ടത്. അതിന് വ്യക്തമായ സമയം വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തിരിക്കും. കാരണം ശബരിമലയിലെ നിയമനത്തിലും ശാന്തി നിയമനത്തിലുള്ള അഴിമതി ഇല്ലാതാക്കി, അവിടുത്തെ ജീവനക്കാരുടെ നിയമനത്തിൽ അഴിമതി ഇല്ലാതാക്കി ശുദ്ധീകരിച്ച ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. അവർക്ക് ഉത്തരവാദിത്വമുണ്ട്, അവരെ ഏറ്റെടുക്കും. നിങ്ങളുടെയൊക്കെ ഭരണം പോലല്ല, നിങ്ങൾ വടക്കേന്ത്യയിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നത് പോലല്ല, കോൺഗ്രസിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ നടത്തിയതുപോലെ അല്ല അവിടെ LDF സ്വീകരിക്കുന്നത്. ഞങ്ങൾ ക്ഷേത്രങ്ങളെ അഴിമതിരഹിതമാക്കും. ഈ ഗവൺമെന്റിനെതിരായിട്ട് ഒരു 10 പൈസയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച് നിലനിൽക്കുന്നുണ്ടോ? ഏതെങ്കിലും നിലനിൽക്കുന്നുണ്ടോ? അഴിമതി മുക്തമാണ്. ദേവസ്വം ബോർഡ് അഴിമതി മുക്തമാക്കും. അതിനാവശ്യമായ നിലപാട് ഏത് പാളി ആര് കൊണ്ടുപോയാലും ഈ ലോകത്ത് ഏത് അന്വേഷണ ഏജൻസിയെ കൊണ്ടും അന്വേഷിപ്പിച്ച് നടപടിയെടുത്ത് അവരെ മുഴുവൻ കൽത്തുറുങ്കിൽ അടപ്പിക്കുന്ന ഉത്തരവാദിത്വം LDF ഗവൺമെന്റ് ഉത്തരവാദിത്തോട് പറയാതെ ഒരാളും രക്ഷപ്പെടത്തില്ല. 30 സെക്കൻഡ്സ് അത്ര ഉറപ്പോടു കൂടിയാണ് CPM പ്രതിനിധി പറയുന്നത്. ഇതിന് പിന്നിൽ ആരുണ്ടെങ്കിലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കും.
അല്ലെങ്കിൽ അതിനുള്ള അധികാരം അവകാശമൊക്കെ അല്ലെങ്കിൽ ചുമതലയും ഈ സർക്കാരിനുണ്ട്. പക്ഷെ അത് അവർ ചെയ്യുമോ ഇല്ലയോ എന്നതാണ് പ്രശ്നം. യെസ്, ഇവരുടെ മൂക്കിന് കീഴിൽ നിന്നാണ് താരപാലകന്മാരെ അടിച്ചു മാറ്റിയത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അയ്യപ്പന്റെ വിഗ്രഹം പോലും അടിച്ചു മാറ്റാൻ ഇവർ തയ്യാറാവില്ല എന്നെന്താ ഉറപ്പ്? ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം, ശ്രീകുമാറിന് ഓർമ്മയുണ്ടാവും, 80-ല് നായനാരുടെ ഭരണകാലത്താണ് ഏറ്റുമാനൂർ 7.5 പൊന്നാന മോഷണം പോയത്. അന്ന് ടി കെ രാമകൃഷ്ണനായിരുന്നു ആഭ്യന്തരമന്ത്രി. തിരിച്ചു കൊണ്ടുവന്നല്ലോ നായനാർ ഏറ്റുമാനൂർ വന്നിട്ട് പറഞ്ഞെന്താണെന്നറിയാമോ, ഭഗവാൻ എന്തിനാ പാറാവുന്നത്, ഭഗവാൻ എന്തിനാ പാറാവുന്നത് അത് ചോദിച്ചത്. അതാണ് ഇവരുടെ സങ്കല്പം, ഇതാണ് ഇവരുടെ പോളിസി. അതുകൊണ്ട് ശബരിമലയിലെ വിഗ്രഹം അടിച്ചു മാറ്റപ്പെട്ടാലും അതിശയിക്കാനില്ല ഇവരുടെ കാലഘട്ടത്തില്. അതിനെക്കുറിച്ച് ജാഗ്രത വേണം, ജനങ്ങൾക്ക് ജാഗ്രതയുണ്ട്. അയ്യപ്പന് ഇനി വിജയമല്യയുടെ സ്വർണ്ണപ്പാളി തിരികെ കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. ശ്രീകുമാർ, 30 സെക്കൻഡ്. ഡോക്ടർ അരുണെ, അതായത് അല്ല ഒരു മിനിറ്റ്, ഡോക്ടർ ഗോപൻ ഒരു സെക്കൻഡ്. അതായത് ഇവിടെ ഡോക്ടർ ഗോപൻ പറഞ്ഞു CBI എന്ന വിശ്വാസം കോൺഗ്രസിന്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഉമ്മൻചാണ്ടിക്കെതിരായ എൻ്റെ കേസ് കള്ള ആരോപണം CBIക്ക് വിട്ട മുഖ്യമന്ത്രിയുടെ പേരെന്താ? നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ. അപ്പോൾ CBI നിങ്ങൾക്കും വിശ്വാസമുണ്ട് ചില ഘട്ടങ്ങളിൽ. ഇവിടെ CBI നമ്മൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞത് കേരള പോലീസ് ഇത് അന്വേഷിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ക്രൈംബ്രാഞ്ചും സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും ദേവസ്വത്തിന്റെ ഇന്റലിജൻസ് അല്ലല്ലോ. ആ ഇന്റലിജൻസ് ആഭ്യന്തര വകുപ്പിന്റെയാണ്. ദേവസ്വത്തിന് വേണ്ടി അന്വേഷിക്കുന്നതേ ഉള്ളൂ. കാരണം ദേവസ്വത്തിന് പ്രത്യേകിച്ച് ഇന്റലിജൻസും സംവിധാനമൊന്നും ഇല്ല. അല്ല ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾ അന്വേഷണം നേരിടാൻ അതെന്നും പറയുന്നതാണെന്നേ ഞാൻ പറയുന്നത്. അല്ലല്ല ഞാൻ ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് അല്ല ഡോക്ടർ ഗോപൻ ഞാൻ ചോദിക്കുന്നതല്ല. നമ്മൾ സാധാരണ ഇതിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ സാധാരണ ഇതിൽ ഒരു നാടിൻ്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് എന്താണ് സംഭവിച്ചത് കേൾക്കാൻ ആൾക്ക് താല്പര്യം ഉണ്ടാവും. മിസ്റ്റർ ഗോപനും താല്പര്യം ഉണ്ടാവും, ഡോക്ടർ അരുണിനും താല്പര്യം ഉണ്ടാവും, ശ്രീ ഹരിദാസിനും താല്പര്യം ഉണ്ടാവും, എനിക്കും ഈ നാട്ടിലൊക്കെ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. പക്ഷെ മുഖ്യമന്ത്രി പറയാത്തത് ഹൈക്കോടതി ഞാൻ പറയട്ടെ, ഹൈക്കോടതിയുടെ പേര് പറഞ്ഞ് രക്ഷപ്പെടണ്ട. പറയട്ടെ, അത് പറയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അല്ലാണ്ട് മുഖ്യമന്ത്രിക്ക് എതിരൊന്നുമല്ല. സംശയം തീരും, അതിൽ വ്യക്തത വരട്ടെ. നന്ദി ശ്രീ ജി ബൈജു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി, മഹേഷ് പണിക്കർ ശില്പി, ഡോക്ടർ PK ഗോപൻ CPM പ്രതിനിധി, KVS ഹരിദാസ് BJP പ്രതിനിധി, N ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ ചർച്ചയിൽ ചേർന്നതിന്. ഇനി Debate with Dr. Arun Kumar.